ഉള്ളിൽ നിന്നും, അതായത് ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തില് ബാധിക്കും അല്ലേ? അപ്പൊ ആ കാര്യങ്ങളൊക്കെ ചേർന്നിട്ടാണ് നിങ്ങളുടെ ബിഹേവിയറിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഈ ബിഹേവിയറിനെ പറ്റി സയന്റിഫിക് ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതാണ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ മെന്റൽ പ്രോസസ്സസ് എന്തൊക്കെയാണെന്നും നിങ്ങളുടെ ബിഹേവിയർ, ബോത്ത് ഫോർവേഡ് ആൻഡ് ഫോർവേഡ് ബിഹേവിയർ എന്തൊക്കെയാണെന്നാണ് നിങ്ങളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്ന എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് പോലെ തന്നെ ബയോളജിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? എനിക്ക് എണീച്ച് നിൽക്കാൻ പറ്റിയത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. ആണോ? ആണ് അല്ലേ? പിന്നെ എന്നോട് പറഞ്ഞ ആള് എന്റെ ക്ലാസ്മേറ്റ് ആണ് അല്ലേ? അയാളോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അല്ലെ ഞാൻ ഇവിടെ വന്നിരിക്കുവോ? ആരെന്ത് പറഞ്ഞാലും ഞാനിപ്പോ കേൾക്കാറില്ല, കാരണം എനിക്ക് കേൾക്കാൻ നേരെയില്ല. അപ്പൊ പക്ഷേ എനിക്ക് സിസ്റ്റർ പറയുമ്പോൾ ഞാൻ കേൾക്കും, കാരണം സിസ്റ്റർ ഞാൻ ഒരുമിച്ച് അത്രയും വർഷം എത്രയോ വർഷങ്ങളായി, 10-38 വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധമാണ്. ആ ബന്ധത്തിന്റെ പുറത്താണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പൊ എന്റെ ബിഹേവിയറിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ അതുപോലെ തന്നെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഓരോ കണ്ടീഷൻസ്, എന്റെ ആറ്റിറ്റ്യൂഡ്സ്. എന്റെ ഡിപ്പാർട്ട്മെന്റിൽ ആരും ഇങ്ങനത്തെ ക്ലാസ്സുകൾക്ക് പാടില്ല. അവർക്ക് കോളേജിൽ പഠിക്കാൻ വരുന്ന കുട്ടികളോട് ഡീൽ ചെയ്യാൻ മാത്രമേ താല്പര്യമുള്ളൂ. അതിലും കുറച്ച് വ്യത്യാസപ്പെട്ട ഒരു ഗ്രൂപ്പിനെ ഡീൽ ചെയ്യാൻ അവർക്ക് യാതൊരു താല്പര്യമില്ല അല്ലെ? അത് അവരുടെ ആറ്റിറ്റ്യൂഡാണ്, മനോഭാവം. അതൊക്കെ നമ്മൾ സൈക്കോളജി പഠിക്കുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങളുടെ ബിഹേവിയറിനെയും തോട്ട്സിനെയും ആക്ഷൻസിനെയും എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മൾട്ടിറ്റ്യൂഡ് ഓഫ് ഫാക്ടേഴ്സ് ഉണ്ട്. ഈ മൾട്ടിറ്റ്യൂഡ് ഓഫ് ഫാക്ടേഴ്സിനെയൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ? പിന്നെ സൈക്കോളജിയെ പറ്റി ഒരുപാട് മിത്സ് ഉണ്ട്, അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ സയൻസ് ആണോ, അങ്ങനെയൊക്കെ. അപ്പൊ നമ്മൾ നോക്കുകയാണ് ബിഹേവിയർ എന്താണ്. അപ്പൊ നമ്മൾ പറഞ്ഞു സയന്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ് ആണ് സൈക്കോളജി എന്ന് പറഞ്ഞു. ഇനി വാട്ട് ഈസ് ബിഹേവിയർ? ബിഹേവിയർ എന്താ? സ്വഭാവം എന്ന് വെച്ചാൽ എന്താ? മലയാളം അല്ല ചോദിച്ചത്. വാട്ട് ഡു യു മീൻ? വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ്? ബിഹേവിയർ എന്ന് വെച്ചാൽ എന്താ? എനിത്തിങ് ദാറ്റ് ഈസ് ഒബ്സർവബിൾ അല്ലേ? ഒബ്സർവബിൾ മാത്രമല്ല, കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്, അതും നിങ്ങളുടെ ബിഹേവിയറിൽ പെടും അല്ലേ? ഓവേർട്ട് ഒരു ഒബ്സർവബിൾ ഓർ ഇന്റേണൽ ആക്ഷൻ ഓർ റിയാക്ഷൻ ഓഫ് ആൻ ഓർഗാനിസം ടു എ സ്റ്റിമുലൈ. എന്ത് സാധനത്തിനോടും നമ്മൾക്ക് കാണാനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരു, എനിക്ക് കറക്റ്റ് മലയാളം എന്ന് പറഞ്ഞത്, ഒരു റെസ്പോൺസിനെയാണ് നമ്മൾ ബിഹേവിയർ എന്ന് പറയുന്നത് അല്ലേ? പിന്നെ ഒരു മൂവ്മെന്റ് ആവാം, സ്പീക്കിംഗ് ആവാം, തിങ്കിങ് ആവാം, ഫീലിംഗ് ആവാം അല്ലേ? നമ്മൾ തിങ്ക് ചെയ്യുന്ന സാധനമാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലേ? പിന്നെ ഫീൽ ചെയ്യുന്ന സാധനവും നമ്മൾ എക്സ്പ്രസ് ചെയ്യും അല്ലേ? അപ്പൊ നിങ്ങളുടെ തിങ്കിങ്ങും ഫീലിങ്ങും നിങ്ങളുടെ കോഗ്നിഷൻസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഹയർ മെന്റൽ പ്രോസസ്സസ്, തോട്ട്സും എല്ലാം ചേർന്നിട്ടാണ് നിങ്ങളുടെ ബിഹേവിയർ എന്ന് പറയുന്നത്. ഇനിയിപ്പോ അതൊന്നും പോരാണ്ട് റിഫ്ലെക്സ് ആക്ഷൻ, ലൈക്ക് നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ കണ്ണിലേക്ക് ഒരു കൈ ഇങ്ങനെ കുത്താൻ തന്നെ എന്ത് ചെയ്യും? കണ്ണ് പരിശോധിക്കാൻ പോകുമ്പോൾ ഒരു കാറ്റ് നമ്മുടെ കണ്ണിൽ ചീറ്റും. കണ്ണ് പരിശോധിക്കാൻ പോയിട്ടുള്ളവർക്ക് അറിയാം. അപ്പൊ നമ്മൾ ഞെട്ടുവോ? സിസ്റ്ററുടെ ബിഹേവിയർ നോക്കാം, ആക്രാന്തം ഉണ്ടാക്കാം അല്ലെ? റിസ്കി കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഞാൻ ഇന്നലെ ഒരു ചെടിയുടെ കമ്പ് വെട്ടാൻ വേണ്ടി മതിലുമ്പോ വലിഞ്ഞു റോട്ടിൽ പോണ ഒരാൾ പറഞ്ഞു, താഴെ അങ്ങനെ വലിഞ്ഞു കയറി. നിങ്ങൾ വലിക്കുക, പൈപ്പ് ഉപയോഗിച്ചാലും ഇല്ലെങ്കിൽ എനിക്ക് ഇത്ര ഒച്ച വരും. ഹലോ, ഇതിന് ഒച്ചയൊന്നുമില്ല, ഇത് വലിയ ഒച്ചയില്ല. അപ്പൊ നമ്മൾക്ക് ഓരോ ആഗ്രഹം വെച്ചിട്ട് എനിക്കത് കുട പോലെ വെട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിലത്ത് നിന്ന് വെട്ടിയിട്ട് പോരാത് മരത്ത് ഏടിയായി വെച്ചപ്പോ എനിക്ക് മോള് കാണാൻ പറ്റില്ല. അപ്പൊ ഞാൻ അങ്ങനെ പരിശോധിച്ചപ്പോ മതിലിന്റെ മോളിൽ റോഡാണ്, മതിലിന്റെ മോളിൽ കയറിയത് ഞാൻ അതിനെ വലിഞ്ഞു നീങ്ങി വെട്ടിക്കൊണ്ടിരിക്കുമ്പോ ഒരു വല്യപ്പൻ എന്നോട് പറഞ്ഞു, താഴെ വീഴാൻ നോക്കുന്നല്ലേ മലയാളിക്ക്, നിങ്ങൾ നിലത്ത് നിന്ന് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്താൽ പോരെ എന്ന് എന്നോട് ചോദിച്ചു. പക്ഷെ പോരാ അല്ലേ? അപ്പൊ നമ്മളുടെ ഓരോ ആഗ്രഹങ്ങളാണ് റിഫ്ലെക്സ് ആക്ഷൻസ്, ഇമോഷണൽ റെസ്പോൺസസ്. ഇമോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വികാരങ്ങൾ. മനുഷ്യന്മാർക്ക് എത്ര വികാരങ്ങളുണ്ട്? കണക്കുണ്ടോ?
ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ? നമ്മളെല്ലാവരും എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുന്ന എന്ത് വികാരം? സന്തോഷമുണ്ട്, ദുഃഖമുണ്ട്, ദേഷ്യമുണ്ട്, വെറുപ്പ് അല്ലേ, ആശ്ചര്യം, ഇതൊക്കെ ഓരോ തരത്തിൽപ്പെട്ട ഇമോഷൻസ് ആണ്. പിന്നെ ഹാബിറ്റ്സ് ഉണ്ട് അല്ലേ? രാവിലെ എണീച്ച് നിങ്ങൾ എന്ത് ചെയ്യും? ഫസ്റ്റ് തിങ് പല്ല് തേക്കും, അതൊരു ഹാബിറ്റാണ്. പിന്നെ പ്രാർത്ഥിക്കും, അത് വേറൊരു ഹാബിറ്റാണ്. പിന്നെ പള്ളിയിൽ പോകും, പിന്നെ അതല്ലേ പ്രാർത്ഥന. പിന്നെ ചായ കുടിക്കും, അതൊരു ഹാബിറ്റാണ് അല്ലേ? ചായ കുടിക്കുന്ന ഹാബിറ്റ് ഉള്ളവർക്ക് ചായ കുടിച്ചില്ലെങ്കിൽ ഭയങ്കരമായ ഇവിടെ എന്തോ ഒരു ശ്വാസത്തിനൊരു പ്രോബ്ലം ഉണ്ട്. ഒരു കൺജസ്റ്റഡ് ജനല് തുറന്നുവിട്ടാലോ? ജനല് തുറന്നുവിടാൻ പറ്റുമോ? പൊടി, ഭയങ്കര പൊടി. ഇത്രയും നേരം 10 മണിക്കൂർ പൊടിയിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നാളെ എനിക്ക് വരാൻ പറ്റുമെന്നാണല്ലോ. കർട്ടൻ മാറ്റേണ്ടി. അല്ല അങ്ങനെ പറഞ്ഞു. പിന്നെ എന്തൊക്കെ ഹാബിറ്റ് ഉണ്ട്? ന്യൂസ് പേപ്പർ വായിക്കാം അല്ലേ? ഞാൻ എൻ്റെ അമ്മച്ചി കിടപ്പായിരുന്നപ്പോൾ ഒരു സ്ത്രീയെ ജോലിക്ക് വെച്ചായിരുന്നു, ഏതോ ഏജൻസിയിൽ നിന്ന് വന്നതാ. അവര് രാവിലെ എണീച്ചാൽ ഉടനെ അമ്മച്ചി നോക്കുന്നതിന് ഒരു പത്രം വായിക്കും. പത്രം വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആരെങ്കിലും നോക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ അവരോട് പറയും, നിങ്ങൾ പത്രം ഫ്രീ ടൈം ഉള്ളപ്പോൾ വായിക്കാൻ ഇല്ല, എനിക്ക് രാവിലെ ചായ വേണം, പത്രം വേണം, അല്ലെങ്കിൽ എനിക്കൊന്നും ശരിയാവില്ല. അവരുടെ ഹാബിറ്റാണ് അല്ലേ? അപ്പൊ ഹാബിറ്റ്സ് ഉണ്ട്. പിന്നെ നിങ്ങളുടെ തോട്ട് പ്രോസസ് ഉണ്ട്. നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾക്ക് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഒരു സെക്കൻഡ് കണ്ണടച്ചിരുന്നേ, കണ്ണടച്ചെല്ലാവരും. നിങ്ങളുടെ മനസ്സിൽ കൂടെ ഒരു ഞാൻ 10 വരെ മനസ്സിൽ വിചാരിക്കും, ഞാൻ 10 വരെ മനസ്സിൽ വിചാരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കൂടെ എത്ര ചിന്തകൾ കടന്നുപോയെന്ന് നിങ്ങൾക്ക് എണ്ണാൻ പറ്റുമോ നോക്ക്. കണ്ണടച്ചോ. കണ്ണു തുറന്നോ? എത്ര ചിന്ത കടന്നുപോയി? എണ്ണം മുച്ചോ? ഒന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ വേറെ 2 വരും അല്ലേ? എത്ര ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നത്? ശരം പോലെയാണ് അല്ലേ? എത്രയാണ് നമ്മളിപ്പോ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ കൂടെ ഒരുപാട് ചിന്തകൾ കടന്നുകൊണ്ട് ഞാൻ അതിന് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ? ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടെ എൻ്റെ ഉള്ളിൽ കൂടെ ഒരുപാട് സാധനങ്ങൾ കടന്നു പോകുന്നുണ്ട് അല്ലേ? ഒരുപാട് തോട്ട്സ് ഉണ്ട്. അപ്പം എന്താണ് നിങ്ങൾക്ക് ഞാനിപ്പോൾ നിങ്ങൾക്ക് ആക്ടിവിറ്റി ഒന്നും തരുന്നില്ല. ഞാനിവിടെ ആക്ടിവിറ്റി ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആക്ടിവിറ്റി തന്നു കഴിഞ്ഞാൽ എൻ്റെ എത്രയോ സമയം പോകും. പക്ഷെ ഞാൻ ഇടയ്ക്ക് ചില ആക്ടിവിറ്റീസ് തരും. ആ ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യണം. ഇനി സൈക്കോളജിയുടെ ഗോൾസ് എന്തൊക്കെയാണ്? എന്തിനാണ് നമ്മൾ സൈക്കോളജി പഠിക്കുന്നത്? കുറേ ഗോൾസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ ഗോളാണ് ഡിസ്ക്രൈബ് അല്ലേ? നിങ്ങൾ ഈ ബുക്ക് നോക്കണേലും നിങ്ങളുടെ ബുക്കിൽ എഴുത്. പുസ്തകം നോക്കിയിരിക്കണെങ്കിലാ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, വീട്ടിൽ പോയി നോക്കിക്കൂടെ? നിങ്ങളുടെ നോട്ട് ബുക്കിൽ നിങ്ങൾ എഴുത്. നോട്ട് ബുക്കിൽ എഴുതുന്നത് എന്തിനാണെന്നറിയോ? എന്തിനാ? അല്ല, ടെക്സ്റ്റ് നോക്കുമ്പോൾ കൺഫ്യൂഷൻ വരാനല്ല. ദാറ്റ് ഈസ് എ വേ ടു ഫോക്കസ് ഓൺ വാട്ട് ദി അതർ പേഴ്സൺ ഈസ് ടെല്ലിങ്. നിങ്ങൾ ഞാൻ പറയണ ശ്രദ്ധിക്കണമെങ്കിൽ നിങ്ങൾ നോട്ടിൽ എഴുതിക്കൊണ്ടിരിക്കണം. അപ്പൊ ഞാൻ പറയുന്ന എല്ലാ സാധനവും നിങ്ങൾ ഞാൻ പറയുന്ന കേൾക്കും, നിങ്ങൾ ശ്രദ്ധിക്കും. നിങ്ങൾ വേറെ സാധനം നോക്കിക്കൊണ്ടിരുന്നാല് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല. ഈ വയസ്സിൽ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഒരു കുട്ടി സെമിനാർ എടുക്കാൻ ഞാൻ മുഴുവൻ എഴുതും. എന്നാലും എനിക്ക് ആ കുട്ടി പറയണം, ഞാൻ എന്നെ തന്നെ ഫോക്കസ് ചെയ്യിപ്പിക്കുന്ന മാർഗം. നിങ്ങളോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾക്ക് ഒരു വിധത്തിലും കൺട്രോൾ ചെയ്യാൻ പറ്റൂല. സോ വി യൂസ് സം കൈൻഡ് ഓഫ് മെക്കാനിസംസ് ടു കൺട്രോൾ അവർ തോട്ട്സ്. നമ്മുടെ ചിന്തകളെ, നമ്മുടെ ബിഹേവിയറിനെ നിയന്ത്രിക്കാൻ നമ്മൾ ഒരുപാട് ശ്രമങ്ങൾ ഇട്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ സൈക്കോളജി പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യമുള്ളൂ. അതിൽ ഒരു ശ്രമമാണ് നിങ്ങൾ മറ്റുള്ള മനുഷ്യർ പറയുമ്പോൾ അതെല്ലാം കുറിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുകയാണ്. അതായത് നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന സാധനങ്ങൾ എഴുതുന്നത് കൊണ്ട് യു ആർ ഫോക്കസിങ് ഓൺ ടു വാട്ട് ഐ എം ടെല്ലിങ്. യു ആർ മേക്കിംഗ് യു ടു ഫോക്കസ്. നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്യിപ്പിക്കുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ ഗോൾസ് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ ഗോളാണ് ഡിസ്ക്രൈബ് ചെയ്യുക. എന്താണ്, എങ്ങനെയാണ്? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മള് സിസ്റ്റർ ഇവിടെ കയറി അവിടെ കയറി ഓരോന്ന് കാണിച്ചു. സോ വി ഡിസ്ക്രൈബ്ഡ്
അല്ലേ? സിസ്റ്റർ എങ്ങനെയെങ്കിലും ഈ PPT ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ അതൊക്കെ ഓരോന്നൊക്കെ ഓൺ ചെയ്യുന്നു. സിസ്റ്ററുടെ ആഗ്രഹത്തിന്റെ പുറത്താണ് സിസ്റ്റർ അങ്ങനെയൊക്കെ കാണിക്കുന്നത്. സിസ്റ്ററാണ് ഈ കോഴ്സിന്റെ കോർഡിനേറ്റർ. സിസ്റ്റർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അല്ലെ? അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. വഴിയിലൊരു ആക്സിഡന്റ് സംഭവിച്ചു, നമ്മളെല്ലാം പോയി നിന്നു, നമ്മളെല്ലാം റെസ്പോണ്ട് ചെയ്യോ? ഇല്ല. എന്തുകൊണ്ടാണ് റെസ്പോണ്ട് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യാത്തത്? അതിൽ ഇൻവോൾവ് ആവാൻ നമുക്ക് താല്പര്യം ഇല്ലാത്തോണ്ടാ അല്ലേ? വൺ തിങ്. പിന്നെ ചിലപ്പോ നിങ്ങൾക്ക് എങ്ങനെയാ എന്താ കാണിക്കേണ്ടതെന്ന് അറിഞ്ഞോടാ അല്ല? അറിയാത്ത കാര്യം നമ്മൾ കാണിക്കരുത്. നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ്. നമുക്കൊരു ആക്സിഡന്റ് സ്പോട്ടിൽ വന്നു, അവിടെ ബ്ലീഡ് ചെയ്ത ഒരു മനുഷ്യൻ കിടക്കുന്നു, ചോര കണ്ട തല ഇറങ്ങും, അതിന്റെ നടുക്ക് പോയി അയാളെ കുറച്ച് തല ഇറങ്ങി വീണിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? മാറി നിൽക്കണം. ഇനി നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ അയാളെ എന്തിനാണ് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്? നിങ്ങൾ അയാളെ കൂച്ചിക്കൂട്ടി വാരി കൂട്ടി എടുത്ത് അയാളുടെ ജീവിതം തന്നെ അപകടത്തിലാവും. ഞാൻ എന്റെ കൺമുന്നിൽ കണ്ടതാണ്. ഞങ്ങളുടെ വീടിന്റെ മുന്നിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ച് ഓപ്പോസിറ്റ് ഒരു പൂക്കടയുണ്ട്. അവൻ ഓടി വന്ന് ഇവരെ കൂച്ചിക്കൂട്ടി. അവന്റെ ഈ സ്പൈനൽ കോഡ് കടന്നു വന്ന കോളം ഒന്ന് ക്രാക്കായിരുന്നു. സ്കൂട്ടറിൽ നിന്ന് പടക്കോന്ന് വീണപ്പോ അവിടെ ക്രാക്കായി. അപ്പൊ ഇവരെന്ത് ചെയ്തു? ഇങ്ങനെ പൂച്ചി കൂട്ടി എടുത്തു കഴിഞ്ഞപ്പോ ആ ക്രാക്കായ സ്ഥലം വെച്ച് സ്പൈനൽ കോഡ് കട്ടായി സ്പോട്ടില് മരിച്ചുപോയി. ഇപ്പൊ അല്ലാതെ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും പലതോ എന്ത് പൊസിഷനിലാണ് അവരിയ്ക്കുന്നത് ആ പൊസിഷനിലാണ് അവരെ ഷിഫ്റ്റ് ചെയ്യാൻ അല്ലേ? എന്റെ മോനായിട്ട് സംഭവിച്ചതാ. കാലിന്റെ ലിഗമെന്റ് ഞാനും അവനും കൂടെ പോയപ്പോ ആക്സിഡന്റ് പറ്റി. അതിന്റെ മേത്ത് ചോരയൊന്നുമില്ല, പക്ഷെ എന്റെ മേല് നിറച്ച് ചോര. എനിക്കിങ്ങനെ കുറെ മുറിവുകൾ വന്നു. അവന് മുറിവൊന്നും വന്നില്ല, പക്ഷെ അവന്റെ ലിഗമെന്റ് വലിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു? ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ കാല് പുറത്തേക്ക് വെച്ചിരുന്നപ്പോ ഒരാൾ ഓടി വന്നു, ആ കാലെടുത്ത് മടക്കി കൂട്ടി ഓട്ടോറിക്ഷക്കാർക്ക് അതോടുകൂടി ആ വലിഞ്ഞിരുന്ന ലിഗമെന്റ് അങ്ങനെ പൊട്ടിപ്പോയി. അയ്യോ എന്നൊക്കെ പോലെ ഭയങ്കര കരച്ചിലായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മള് എക്സ്പെക്ട് ചെയ്യുന്നതിന് മുന്നേ അയാൾ കാല് മടിച്ചു കൂട്ടിയെടുത്ത് പോലീസാണ്. പോലീസിന് പോലും അറിയില്ല. ഫസ്റ്റ് എയ്ഡിനെ പറ്റി യാതൊരു ധാരണയുമില്ല അല്ലെ? അറിയാൻ മേലാത്ത മനുഷ്യന് ഒരു കാരണവശാലും സഹായിക്കാൻ പോകരുത് അല്ലേ? അറിയുന്ന കാര്യമാണ്. നമുക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഹെൽപ്പ് ചെയ്യാം. ഇനി നമുക്ക് അറിഞ്ഞിട്ടും ചിലപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യില്ല. സോ മെനി പീപ്പിൾ ആർ പ്രസന്റ്. നമ്മൾ എന്ത് ചെയ്യും? എനിക്കുള്ള പോലെ തന്നെ ഇയാൾക്കുണ്ടല്ലോ ഉത്തരവാദിത്തം, ഇയാളെ സഹായിക്കട്ടെ എന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെ യു എക്സ്പെക്ട് എവറി വൺ എൽസ് ടു ഹെൽപ്പ് അല്ലേ? നമ്മൾ എപ്പോഴും അങ്ങനെ സംഭവിക്കുന്നത്. സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു സാധനമാണ് ഡിഫ്യൂഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി കൊണ്ടാണ് അത്. എനിക്ക് എന്തോ ഒരു ഭയങ്കര പൊടിമണയുണ്ട്, അതെനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അവിടെ എന്താ ശരിയാവോ? അല്ല, മുറിക്കകത്ത് ഫുള്ള മണമുണ്ടല്ലോ. മുറി തുറന്നിട്ടാ മതി. എന്നാന്നറിയാമോ? പൊടികളൊക്കെ കൊണ്ടാ. മറ്റേ മുറി എന്ത് ചെയ്യും? ഇതാണ് നല്ല അടിച്ചോട് ചോദിക്കുകയാണ്. എന്താണോ പ്ലാസ്റ്റിക് അല്ല, പൊടിയാ. പൊടി അതിങ്ങനെ ആ കസേരകളിലും എല്ലാം പൊടി കാണും. ഇവിടെയൊക്കെ തുടച്ചിട്ടുണ്ടാവും, പക്ഷെ അല്ലാത്ത പൊടിയാണ്. വാതിലുകളൊക്കെ തുറന്നിട്ട് എല്ലാം കുറെ സമയം ആകുമ്പോഴേ ആ മണം പോകുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും അണുത്ത് പുകയ്ക്കുകയോ ചൂടാക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെന്നുള്ള വായു പുറത്തേക്കോ. കാരണം വായു പുറത്തേക്കോ സ്ഥലമില്ല. ക്രോസ് വെന്റിലേഷൻ ഉണ്ട്. എന്നാലും അപ്പം നമ്മള് ബിഹേവിയറിനെ ഒബ്സർവ് ചെയ്ത് കുറെ പഠിച്ചത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ മനസ്സിലായത് അല്ലേ? ഉത്തരവാദിത്തങ്ങൾ ഡിവൈഡ് ചെയ്തു പോകുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് പല കാര്യങ്ങളും സംഭവിക്കും. അങ്ങനെയൊക്കെ ദെൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. എന്തൊക്കെ റീസൺസ് കൊണ്ടാണ്, നമ്മൾ എന്തൊക്കെയാണ് ഇതിന്റെ കോസസ്. ഞാനിപ്പോ കുറെ കോസസ് പറഞ്ഞു. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ദെൻ എന്താണ്, ചില മനുഷ്യർ എന്തുകൊണ്ട് അഗ്രസീവ് ആകുന്നു, അങ്ങനെ പല പല കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ദെൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നോളജ് വെച്ചിട്ട് നമുക്ക് ഫ്യൂച്ചർ ബിഹേവിയറിനെ ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ? നമുക്കറിയാൻ പറ്റുമോ? നിങ്ങൾക്ക് നിങ്ങളുടെ പിള്ളേരുടെ
പറ്റൂലേ? നിങ്ങൾ ടു എ ലാർജ് എക്സ്റ്റെന്റ് പറ്റും. നിങ്ങളുടെ പിള്ളേർ ഇപ്പൊ ഈ സാഹചര്യത്തിൽ എന്തായിരിക്കും കാണിക്കാൻ പോണെന്ന് നിങ്ങൾക്ക് ഏകദേശം അറിയാൻ സാധിക്കും അല്ലേ? ആണോ? അതുകൊണ്ടാണ് നിങ്ങൾ അവരോട് ഒരു വിധത്തിൽ ബിഹേവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും ബിഹേവ് ചെയ്യും. എനിക്ക് നല്ലോണം പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ബിഹേവിയർ. അതുകൊണ്ടാണ് ഞാൻ വന്നപ്പോൾ തന്നെ കുറെ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത് അല്ലേ? എനിക്ക് ആ പ്രഡിക്ഷൻ പോസിബിൾ ആണ്. ജനറൽ ട്രെൻഡ് ഇനി എല്ലാവരുടെയും കാര്യത്തിൽ 100% സത്യമായിരിക്കണമെന്നൊന്നുമില്ല. പക്ഷെ കുറെ മനുഷ്യരുടെ കാര്യത്തിൽ അതൊക്കെ സംഭവിക്കും. സോ ദാറ്റ് ഈസ് പ്രഡിക്ഷൻ. നിങ്ങൾക്കറിയാം പരീക്ഷ വരുമ്പോൾ സ്ട്രെസ് ഉണ്ടാവും. ഓ, നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടോ? ഞാൻ പ്രഡിക്റ്റ് ചെയ്യാണ് നിങ്ങൾക്ക് എക്സാം വരുമ്പോൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള സ്ട്രെസ്സുകളൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ചേഞ്ച് ആൻഡ് കൺട്രോൾ, അതായത് നിങ്ങൾ ഈ കണ്ടുപിടിച്ചിരിക്കുന്ന നിങ്ങളുടെ ഫൈൻഡിങ്സ് എല്ലാം മനുഷ്യരുടെ ജീവിതങ്ങൾ ഇംപ്രൂവ് ചെയ്യാനും അല്ലെങ്കിൽ തെറാപ്പി കൊടുക്കാനും ഇന്റർവെൻഷൻസ് കൊടുക്കാനും ഒക്കെ നിങ്ങളെ സഹായിക്കും. അപ്പൊ സൈക്കോളജി പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് 4 കാര്യങ്ങളാണ് പോസിബിൾ ആകുന്നത്. 1 is to describe situations or events, then to explain ഓരോ സാഹചര്യത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി കുറച്ച് വരും കാലത്തിൽ എന്ത് സംഭവിക്കുന്നത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ ചേഞ്ച് ഓർ കൺട്രോൾ, മറ്റുള്ളവരുടെ ബിഹേവിയറിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ബിഹേവിയറിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് നമുക്ക് പോസിബിൾ ആണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഏർലി സ്കൂൾസ് ഓഫ് സൈക്കോളജിയാണ്. അതായത് സൈക്കോളജി ഡെവലപ്പ് ചെയ്ത ഒരു പ്രഭാതത്തിൽ അങ്ങ് സൈക്കോളജി ആയിട്ട് വന്നതാണോ ഈ കണ്ട ഫൈൻഡിങ്സും റിസർച്ചും ഒക്കെ? അല്ല, കുറച്ച് നാളുകൾ എന്താണ് കുറേ ഹിസ്റ്ററി ഒക്കെ വന്നിട്ടാണ് സൈക്കോളജി വന്നത് അല്ലേ? അതിനകത്ത് പ്രധാനമായിട്ടുള്ളതാണ് സ്കൂൾസ് ഓഫ് സൈക്കോളജി, സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം, സൈക്കോ അനാലിസിസ്, ബിഹേവിയറിസം, ഗസ്റ്റാൾട്ട് സ്കൂൾ, അങ്ങനെ കുറേ സ്കൂളുകളുണ്ട്. സ്ട്രക്ചറലിസം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ മനുഷ്യർ വിചാരിച്ചത് എന്താണ്? മനുഷ്യന്റെ മെന്റൽ പ്രോസസ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാം ഇൻടു ബേസിക് കമ്പോണൻസ്. മനസ്സിനെ അല്ലെങ്കിൽ ചിന്തകളെ ഇങ്ങനെ കുറച്ചിങ്ങനെ ഫിസിക്സും കെമിസ്ട്രിയിലൊക്കെ ചെയ്യുന്ന പോലെ എലിമെന്റ്സ് ഒക്കെ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാം അങ്ങനെയൊക്കെ. അപ്പൊ അവർ ഉപയോഗിച്ചിരുന്ന മെത്തേഡാണ് ഇൻട്രോസ്പെക്ഷൻ എന്നൊരു മെത്തേഡ്. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലുക്കിംഗ് വിത്തിൻ, നമ്മൾ നമ്മുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇരുന്ന് തിരിഞ്ഞു നോക്കണം. അപ്പൊ നിങ്ങൾക്ക് എഴുതാൻ പറ്റും അല്ലേ? നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കടന്നു പോകുന്നതെന്ന് നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിയാൻ പറ്റും. അതാണ് സ്ട്രക്ചറലിസം. ദെൻ ഫങ്ഷണലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫങ്ഷൻസ് ആൻഡ് പർപ്പസ് ഓഫ് ബിഹേവിയർ. എന്താണ് ബിഹേവിയറിന്റെ ഫങ്ഷൻസ്? ഹൗ യു അഡാപ്റ്റ് ടു ദി എൻവയോൺമെന്റ് അല്ലേ? എന്താണ് സ്റ്റിമുലസ് റെസ്പോൺസ്? സ്റ്റിമുലസും റെസ്പോൺസും ഒരു സൈക്കിളായിട്ട് വരുന്നു അല്ലേ? സൈക്ലിക് ആയിട്ടാണ് വരുന്നത്. ഫോർ എവറി സ്റ്റിമുലസ് there will be a റെസ്പോൺസ് അല്ലേ? റെസ്പോൺസ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ സ്റ്റിമുലസ് ഒന്ന് നിർത്തും അല്ലേ? യു സ്റ്റോപ്പ് പ്രൊവൈഡിങ് സ്റ്റിമുലേഷൻ, അങ്ങനെയാണ് സംഭവിക്കുന്നത് അല്ലേ? അപ്പോൾ അതാണ്. ഇനി അടുത്തത് വന്നത് സൈക്കോ അനാലിസിസ് ആണ്. സൈക്കോ അനാലിസിസിൽ അൺകോൺഷ്യസ് ആയിട്ട് നമ്മുടെ മനസ്സിൽ എന്തൊക്കെയാണ് സബ് കോൺഷ്യസ് അൺകോൺഷ്യസ് സ്റ്റേജസ് ഉണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് അതിൻ്റെ ബേസിക് പ്രൊപ്പോണന്റ് വന്നിട്ട്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ നമുക്ക് അറിയാവുന്നത് അവയർനെസ് എന്നുള്ളത് വളരെ കുറവുള്ളൂ. പ്രീ കോൺഷ്യസ് അൺകോൺഷ്യസ് സ്റ്റേജുകൾ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ മനസ്സിലുണ്ട്. മനസ്സെന്ന് പറഞ്ഞൊരു ഐസ്ബർഗ് പോലെയാണ്. അതിൽ അവയർനെസ് ലാർജ് ഭാഗവും അൺഅവെയറാണ് അല്ലേ? ചില കാര്യങ്ങൾ നമ്മൾ കുറച്ചും കൂടെ ഒരു ശക്തി ഇട്ട് കഴിഞ്ഞാൽ പുറത്തു വരും. പക്ഷെ പല കാര്യങ്ങളും അങ്ങനെ പറ്റില്ല അല്ലേ? നമുക്ക് എത്ര ആലോചിച്ചാലും നമുക്ക് ഓരോ കാരണത്തിന്റെ കോസ്, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ബിഹേവിയറൽ പ്രോബ്ലംസ് ഉണ്ടായി നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളൊരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോകുമ്പോൾ എന്താണ് അയാൾക്ക് അതിന്റെ റൂട്ട് എന്താണെന്ന് മനസ്സിലായെങ്കിലാണ് അയാൾക്ക് അതിനെ പരിഹരിക്കാൻ സാധിക്കുള്ളൂ അല്ലേ? അപ്പൊ പക്ഷേ റൂട്ട് എങ്ങനെയാന്ന് എങ്ങനെ മനസ്സിലാവും? കുറെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിലാണ്. അത് നമുക്ക് ചിലപ്പോ എത്താൻ സാധിക്കില്ല. ഇനി അവര് കുറെ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്ത് ഇപ്പൊ എത്തിന്ന് വെച്ചോ, മേ ബി ദാറ്റ് ക്യാൻ ബി സോൾവ്ഡ്. എത്തിയില്ലെങ്കിൽ അത് പരിഹരിക്കാൻ ഭയങ്കര പ്രയാസം. പക്ഷെ നമുക്ക് മനസ്സിലാവില്ല നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ 10 മണിന്ന് ഒരു സമയം ഉണ്ടെങ്കിൽ 10 മണിക്ക് എനിക്ക് തുടങ്ങണം. അത് എനിക്കൊരു കമ്പൽസീവ് ബിഹേവിയർ ആണ്. മനസ്സിലായോ? ഞാൻ വിചാരിക്കുകയാണ് വേണ്ട സാരമില്ല 10:30 ആവട്ടെ.
10 മണി കഴിയുമ്പോഴേ എനിക്ക് സ്ട്രെസ് വരാൻ തുടങ്ങും. കാരണം 10 മണിയാണ് എൻ്റെ സമയം. ഇത് എനിക്ക് പുതിയതായിട്ട് വല്ല സാധനമല്ല. ഞാൻ പല സ്ഥലത്തും എംപ്ലോയി ട്രെയിനിങ്ങിനൊക്കെ ഗവൺമെന്റിലൊക്കെ പോയിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ 10 മണിക്ക് ഗവൺമെന്റിൽ ആരെങ്കിലും വരുമോ? ഞാൻ മാത്രം വരും. പിന്നെ ഞാൻ വെറുതെ കണ്ട് എനിക്ക് വെറുതെ നിൽക്കുമ്പോൾ ടെൻഷൻ വരും. അതുകൊണ്ട് ഞാൻ വേറെ അവിടെ ഉള്ള കുറച്ച് ജോലികൾ ചെയ്യും. അപ്പോൾ അവരെന്നോട് പറയും മുറി തുറന്നോ ഇത് അടിച്ചോ എന്നൊക്കെ ചോദിക്കും. എന്തായാലും ഞാൻ വെറുതെ നിർത്തല്ലേന്ന് പറഞ്ഞ് ഞാൻ അതൊക്കെ അടിച്ചു വരും. അപ്പോൾ പിന്നെ ഓരോരുത്തരൊക്കെ വരും. വന്നവരെയൊക്കെ പിടിച്ചിരുത്തി ഞാൻ ക്ലാസ് തുടങ്ങും. അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ സബ് കളക്ടറും കളക്ടറും ഒക്കെ വരും. അവരെ ഞാൻ വരുമ്പോൾ വെച്ച് ക്ലാസ്സിലിരുത്തി. കാര്യം നമ്മുടെ സ്വപ്നത്തിൽ വിചാരിക്കുന്നില്ലല്ലോ 10 മണിയുടെ ക്ലാസ് ഉദ്ഘാടനം ചെയ്യാൻ 10:30 വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുമോ? നമ്മുടെ ക്ലാസ്സിൽ വന്ന് പിള്ളേരാന്നോർത്ത് നമ്മൾ അവരെ ശിരസ്തതാണ് സബ് കളക്ടറും എല്ലാത്തിനും വലിച്ചു വാരി ക്ലാസ്സിൽ തിരിണ്ടരുത് ഇനി അവിടെ വെച്ചിട്ട് വഴക്കുപിടിച്ച് എല്ലാത്തിനെയും തീവ്രയൊക്കെ ആയപ്പോൾ അവർ പറഞ്ഞു സാറേ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ വന്ന സബ് കളക്ടറും ശിരസ്തതാന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നോട് വളരെയധികം ക്ഷമിക്കണം. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇനി നേരാല് ഉദ്ഘാടനം 10 മണിക്കാണെങ്കിൽ 9:45 ഇവിടെ വന്നേക്കണം എന്ന് ഞാൻ അവരോട് പറഞ്ഞു വിട്ട്. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ തന്നെ ഞങ്ങൾ ചെയ്തോളാം. ഞാൻ പറഞ്ഞു ഞങ്ങൾ സാധാരണ വരുമ്പോൾ ആരെയും കാണാറില്ല, ക്ലാസ് എടുക്കുന്ന ആളെയും കാണാറില്ല, കുട്ടികളെയും കാണാറില്ല. അതുകൊണ്ട് ഞങ്ങൾ വരാത്തതാണ്. ഞങ്ങൾ സാധാരണഗതിയിൽ 10 മണിക്ക് തുടങ്ങുന്നതുകൊണ്ട് ഞങ്ങൾ 10:30 ആകെ 5-6 പേരുള്ളൂ. ഒരുപാട് പേരൊന്നും വന്നിട്ടില്ല. 30 മനുഷ്യർക്കാണ് ട്രെയിനിങ്. ഞാൻ വിചാരിച്ച എന്തോരം വേസ്റ്റാണ്. എനിക്ക് പൈസ കഴിക്കാൻ പറ്റുമോ? നിങ്ങൾ പൈസ കൊടുത്തവരാണെങ്കിൽ പൈസ മുതലാക്കാൻ നിങ്ങളാണ് ശ്രമിക്കേണ്ടത്, ഞാനാണോ? നിങ്ങൾക്ക് തുച്ഛമായ പൈസക്കാണ് ഈ കോഴ്സ് കിട്ടണം. അതുകൊണ്ടാണ് നിങ്ങൾ നേരത്തിന് വരാത്തത്. ആണോ അല്ലയോ? ഐ ആം എക്സ്പ്ലെയിനിങ് ദ ബിഹേവിയർ. ആണോ? നമ്മുടെ കോളേജിലെ കുട്ടികൾ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ വളരെ തുച്ഛമായ പൈസ. ഇവരൊക്കെ പുറം നാട്ടിൽ പോയി പഠിക്കണ്ടല്ലോ. കാലവേല എടുത്ത് $16,000 10 ലക്ഷം 12 ലക്ഷം ഫീസ് കൊടുത്ത് ചെറിയ ചെറിയ ഡിപ്ലോമ കോഴ്സുകളൊക്കെ പഠിക്കണവര് കോഴ്സ് പൂർത്തിയാക്കാതിരിക്കുമോ? ക്ലാസ് അറ്റൻഡ് ചെയ്യാതിരിക്കുമോ? അവിടെയൊക്കെ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ? കൗൺസിലിംഗ് ക്ലാസ് ആണെങ്കിൽ 4 ക്ലയന്റുകൾ ഇന്ന് വരും. ക്ലയന്റുകൾ വന്നിട്ട് അവരുടെ അനുഭവങ്ങളൊക്കെ പറയും. ക്ലാസ് കഴിഞ്ഞു കുറേ ലിങ്കുകളും കുറേ പുസ്തകങ്ങളും കുറേ സാധനങ്ങൾ നിങ്ങൾക്ക് ഇട്ട് തരും. എവിടെ നിന്ന് ചോദ്യം വരുന്നത് നിങ്ങൾക്ക് പോയിട്ട് ആർക്കും അറിയാൻ പറ്റൂല. എല്ലാ സാധനവും ടെക്ടോക്സ് മുതലുണ്ട്. അതിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് വരും. അപ്പം നിങ്ങൾ അത്രയും പഠിച്ചെങ്കിലേ നിങ്ങൾക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ചെയ്യൂലേ? ചെയ്യും. സിറ്റുവേഷൻസ് ഡിമാൻഡ് നമ്മൾ ചെയ്യും. ഞാൻ പുറനാട്ടിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അവര് നമ്മളോട് ചോദിക്കണം ചോദ്യം എന്നാന്ന് പറയാ, യു ടോൾഡ് മീ യു ആർ ടീച്ചിങ് സൈക്കോളജി, നൗ യു ആർ ടോക്കിംഗ് ഫിസിയോളജി. അങ്ങനെയൊക്കെ നമ്മളോട് ചോദിക്കും. പിന്നെ യു ആർ സപ്പോസ് ടു ബി ഹിയർ ബൈ 9:30, നിങ്ങൾ എന്തുകൊണ്ട് 1 minute ലേറ്റായി? ഇങ്ങനെയൊക്കെ നമ്മളോട് ചോദിക്കും. വി ആർ പേയിങ്. അവർ പേ ചെയ്യുന്ന 1,50,000 ഒന്നുമല്ല. അവർ പേ ചെയ്യുന്നത് 10 ലക്ഷം 15 ലക്ഷം. ഒരു ഡിഗ്രി കോഴ്സ് പഠിക്കണമെങ്കിൽ അത്രയും അവർ പേ ചെയ്യുന്നത്. അതിൻ്റെ പൈസ അച്ഛനും അമ്മയല്ല കൊടുക്കുന്നത്. അവർക്ക് ദണ്ണമുണ്ട്. അവർ കണ്ട ഹോട്ടലിൽ സപ്ലയറായിട്ടും അവിടെ ഇവിടെയൊക്കെ പോയി പേരൻസിനെ ഒക്കെ നോക്കി വയസ്സുള്ള ആളുകളെ കെയർ ചെയ്തും അവരുടെ അപ്പിയൊക്കെ വാരിയിട്ടാണ് അവർ പൈസ ഉണ്ടാക്കിയിട്ടാണ് അവർ ക്ലാസ്സിൽ വരുന്നത്. 1 മിനിറ്റിന് പോലും അവർക്ക് വിലയുണ്ട്. അവർ സമ്മതിക്കില്ല. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മുടെ ബിഹേവിയറിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ? നിങ്ങൾ ഓരോ പൈസയും നിങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുവാണെങ്കിൽ ആ കഷ്ടപ്പാടനുസരിച്ചിട്ടാണ്. ഞാൻ എപ്പോഴും പറയും സ്ത്രീധനം കൊടുക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്ത്രീധനം കൊടുക്കുന്ന പൈസ ആരാ ഉണ്ടാക്കുന്നത്? ആരുടെ പേരൻസ്? പെൺകുട്ടിയുടെ പേരൻസ് ഉണ്ടാക്കി ചെറുക്കൻ്റെ വീട്ടിൽ കൊടുക്കുക. അവർക്ക് വല്ല വിലയുണ്ടോ? അവരുണ്ടാക്കിയ പൈസയാണോ? അല്ല. അപ്പൊ ആ പൈസ അവരെന്ത് ചെയ്യും? അവർക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം. കാരണം ഒരു കഷ്ടമില്ലാണ്ട് വെറുതെ കിട്ടിയതാണ്. പൈസ ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കല്യാണം കഴിച്ചാൽ മതി അല്ലേ?
ഈ മനുഷ്യൻ ഈ പൈസയൊക്കെ എങ്ങനെയാ സ്പെൻഡ് ചെയ്യുന്നത് ഭയങ്കര ലക്ഷറിക്ക്. ഈ കള്ളന്മാരൊക്കെ ജീവിതം എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര ലക്ഷറിയാണ്. ഇനി നമ്മൾക്ക് അത് ഒരു മനുഷ്യരുടെ ടെൻഡൻസിയാണ്. ഞാൻ വളരെയധികം കഷ്ടപ്പെടാതെ എനിക്കൊരു 10,000 രൂപ നിങ്ങൾ തന്നു, മിനിമം കഷ്ടപ്പാടിക്കൂടെ ആ രൂപ ചിലവാക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എങ്കിൽ ഞാൻ ചത്ത് കഷ്ടപ്പെട്ട് നിങ്ങൾ എനിക്ക് 10,000 രൂപ തന്നു, ആ 10,000 രൂപ ഞാൻ വളരെയധികം സൂക്ഷിച്ച് സ്പെൻഡ് ചെയ്യുള്ളൂ അല്ലേ. എൻ്റെ പിള്ളേര്, എൻ്റെ മോളൊരു ക്രിക്കറ്റ് പ്ലെയറാണ്. അവൾക്ക് കഷ്ടപ്പെടുന്നതിൻ്റെ പൈസ അറിയാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസം 6 മണിക്കൂർ വർക്കൗട്ട് ചെയ്തെങ്കിൽ കളിയൊക്കെ പ്രാക്ടീസ്, ശനി ഞായർ ഫുൾ ഇങ്ങനെ മാച്ചസ് പ്ലേ ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്തെങ്കിലാണ് ഇവർക്ക് ഭയങ്കര കഷ്ടപ്പെട്ടെങ്കിലാണ് ഇവർക്ക് എവിടെയെങ്കിലും എത്താൻ പറ്റുള്ളൂ. പക്ഷേ ഇവർ ഓരോ സ്ഥലത്ത് കളിക്കാൻ പോകുമ്പോൾ ഇവർക്ക് പൈസ കിട്ടും. ആ പൈസകൾ ഓരോന്നും വളരെയധികം സൂക്ഷിക്കും. അപ്പോൾ അവളുടെ പഠിക്കാനുള്ള പൈസയൊക്കെ ഫീസുകളും എല്ലാ സാധനങ്ങളും അവൾ തന്നെ ചെലവാക്കുന്നത്. ഒരു നിവർത്തി ഇല്ലെങ്കിൽ എൻ്റെ മോനാണ് മൂത്തത്, മോൻ്റെ ബനിയനും നിക്കറും ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പുള്ളിക്കാരി പോകും. കാരണം ഇതൊന്നും ലാവിഷായിട്ടുള്ള ഒരു സാധനം പോലും മേടിക്കില്ല. ഇവനങ്ങനെയല്ല, എന്നോട് ചോദിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അവന് പൈസ സ്പെൻഡ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അത് കഴിഞ്ഞ് ഇവൻ പഠിച്ച് കഴിഞ്ഞ് PG കഴിഞ്ഞ ഒരു ക്ലിനിക്കിൽ ജോലി കിട്ടി, 10,000 രൂപ മാസ ശമ്പളം. അപ്പം ഞാൻ പറഞ്ഞ വീട്ടുകാരൊക്കെ പിന്നെ ഞാനൊക്കെ വീട്ടുകാരൊക്കെ എല്ലാം നടത്തും. എനിക്ക് നല്ല ഇവരുടെ വിചാരം 10,000 രൂപ എന്ന് വെച്ചാൽ ഭയങ്കര വലിയ പൈസയാണ്. അത് വെച്ച് എല്ലാ ചിലവ് നടക്കും. ഓരോ ചിലവുകളാകുമ്പോഴത്തേക്ക് ഇത്ര പൈസ എനിക്ക് ആകെ എന്തായാലും 1000 രൂപയോളം. അമ്മ എന്താണ് എന്നോട് ഇങ്ങനെ ഓരോന്നൊക്കെ പറയണത്? നീ അവസാനം 500 മലയിറക്കി സാധനം നീയല്ലേ ഇവിടെ ഭയങ്കര വലിയ പാചകക്കാരന, എപ്പോഴും കുക്കിങ്ങാ. എന്നോടിങ്ങനെ ഓരോ വില പിടിച്ച സാധനങ്ങളൊക്കെ മേടിക്കാൻ പറയുമ്പോൾ ഞാൻ മേടിച്ചു തന്നില്ല, നീ മേടിച്ചോ. ഇനി അങ്ങനത്തെ ഒന്നും കുക്ക് ചെയ്യുന്ന, ഇനി ഓരോ പച്ചക്കറി കപ്പക കുത്തി തോരൻ വെച്ചൊക്കെ തിന്നാ മതി എന്നോട് പറയോ. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ നിന്നോട് ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പിണ്ടിത്തോരനൊക്കെ വെച്ച് തരുമ്പോൾ നീ ഒന്നും കഴിക്കാറില്ലല്ലോ. ഇപ്പം എനിക്ക് മനസ്സിലായില്ല, ഞാൻ പിണ്ടി തോരനല്ലോ പച്ചക്ക് തന്നാൽ പോലെ ഞാൻ തിന്നും അല്ലേ. ആദ്യമൊക്കെ കടമൊക്കെ കഴിച്ചു, 5-6 ദിവസം കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് പാത്രത്തിലൊക്കെ പാക്ക് ചെയ്ത് എല്ലാം കൊണ്ടുപോയി കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഓരോ ദിവസം ചെല്ലുന്നവരും പൈസ കുറഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മുടെ ബിഹേവിയറിൽ തന്നെ വ്യത്യാസമാണ് അല്ലേ. നമ്മൾക്ക് ഹൈ ഡിമാൻഡ്സ് വരുമ്പോൾ നമ്മുടെ ബിഹേവിയറിൽ വ്യത്യാസമുണ്ടോ? വളരെയധികം വ്യത്യാസമുണ്ട്. ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ചെലവുകൾ വളരെയധികം കുറയ്ക്കും. നമ്മുടെ എക്സ്ട്രാ എന്തോരം വേണമെങ്കിലും പണി അല്ലേ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അപ്പൊ നമ്മുടെ ബിഹേവിയറിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. ഇനി ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഏർലി ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ഒക്കെ നമ്മുടെ ബിഹേവിയറിനെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. കുറേ കാര്യങ്ങൾ നമ്മൾ അവെയറാണ്. അപ്പൊ ഞാൻ മനഃശാസ്ത്രം പഠിച്ചുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് റീസൺസ് ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇനി ഇതൊന്നും അറിയാത്ത ആളുകൾക്ക് അറിഞ്ഞുകൂടാ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു എന്നുള്ളത്. എനിക്കൊരു ഐഡിയയും ഇല്ല. എനിക്ക് ഐഡിയ ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ എൻ്റെ ബിഹേവിയറിനെ മാറ്റും? നമ്മൾ പറഞ്ഞു, ഡിസ്ക്രൈബ് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം, പ്രെഡിക്റ്റ് ചെയ്യണം, കൺട്രോൾ ചെയ്യണം അല്ലേ. അപ്പൊ കൺട്രോൾ ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത്? എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ പല പല അപ്രോച്ചസ്, പല പല സ്കൂൾസ് വന്നിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെയൊക്കെ പുറകിലുള്ള, എങ്ങനെ ഡിഫറെൻറ്റ് വേസ് ഓഫ് എക്സ്പ്ലെയിനിങ് ബിഹേവിയർ ആണ് ഓരോ സ്കൂൾസും പറഞ്ഞത്. ഇനി ബിഹേവിയറിസം പറയുന്നത് എന്താണ്? അപ്പൊ സൈക്കോ അനാലിസിസ് പറഞ്ഞു ലാർജ് മെജോറിറ്റി ഈസ് അൺകോൺഷ്യസ് അല്ലെ, പ്രീകോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ്. ഇനി ബിഹേവിയറിസ്റ്റ് പറയുന്നത് എന്താണെന്നറിയോ? നമ്മളുടെ പാതി ബിഹേവിയർ നമ്മൾ ലേൺ ചെയ്യുന്നതാണ്. ആണോ? നിങ്ങൾ ലേൺ ചെയ്യുന്നുണ്ടോ ബിഹേവിയർ? ഉണ്ടോ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോ. നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾ ചെറുതായിരിക്കുമ്പോൾ കാണിക്കുന്ന കണ്ട് പഠിച്ച സാധനങ്ങളാണ് നിങ്ങളിപ്പോ വലുതാവുമ്പോൾ കാണിക്കുന്നത്. അപ്പൊ അന്ന് നിങ്ങളോട് അമ്മ പറയുമ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കും? അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല, എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മളെന്താ ചെയ്യുന്നത്? അത് തന്നെയാ ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം പറയുന്നത്, നമ്മൾ എന്ത് തരത്തിലുള്ള ബിഹേവിയറൽ പ്രോബ്ലംസ് കാണിക്കുന്നോ നമ്മുടെ മക്കളത് കണ്ട്
പഠിക്കും. എന്നിട്ട് അവര് നമ്മളോട് ഇത് കാണിക്കുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? പിള്ളേരെന്താണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ആദ്യം നമ്മൾ തന്നെ നോക്കണം. നമ്മൾ കാണിക്കുന്ന സാധനമാണ്. ഞാൻ എപ്പോഴും പല പേരൻസും കാണിക്കുന്ന കണ്ടിട്ടുണ്ട്. ചെറിയ കുട്ടിയായിരിക്കും അതിനെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യും, തോണ്ടുന്നു, അതിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ അത് പറയുകയാണ്. എൻ്റെ കിക്കിളി കൂട്ടണ്ട, എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ നമ്മളതിനെ കിക്കിളി കൂട്ടി തന്നെ കളിപ്പിക്കും. വേറെ എന്തെല്ലാം കൺസ്ട്രക്റ്റീവ് വേസ് ഉണ്ട്. ഇനി അതിനെ എങ്ങനെയൊക്കെ ചൊറിയാവോ, കൊടുക്കാൻ കൊണ്ടുപോകും, കൊടുക്കില്ല, കൊടുക്കാൻ കൊണ്ട് അങ്ങനെയൊക്കെ അതിനെ ഇങ്ങനെ കുരങ്ങ് കളിപ്പിക്കണത് നമ്മൾ കളിപ്പിക്കും അല്ലേ? പിന്നെ അത് നമ്മളോട് ഇതേ രീതിയിൽ ബിഹേവ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചിരിക്കും. ചെറിയ കുട്ടി നമുക്കൊരു അടി തന്നു, നമ്മൾ എന്ത് ചെയ്യും? എന്നെ ഭയങ്കര പിടിക്കണം, എന്ത് വൃത്തിയായിട്ട് നാം പറഞ്ഞാലും ഉടനെ എനിക്കിട്ട് നല്ല അടി കിട്ടും. ഇനി കുട്ടി വലുതായി കഴിഞ്ഞാൽ അടി തന്നാലോ നമ്മൾ സഹിക്കുമോ? ഇച്ചിരി വലുതാകുമ്പോൾ നമുക്ക് താങ്ങൂല. ഈ വെള്ളി, ശനി, ഞായർ ഞങ്ങളുടെ കോളേജിലൊരു മെന്റലി ചാലഞ്ച് കുട്ടികളുടെ ഒരു ക്യാമ്പായിരുന്നു. ഞാൻ വിചാരിക്കും നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ്. ഈ കുട്ടികളുടെ അമ്മമാരും അച്ഛന്മാരൊക്കെ എന്തോരം സ്ട്രഗിളാ ചെയ്യുന്നത്. ഒരു ചെറിയ ബിഹേവിയറൽ ചേഞ്ച് കാണണമെങ്കിൽ തന്നെ എത്രയോ കാലം കാത്തിരിക്കണം. കാത്തിരുന്നാൽ പോരാ, അത്രയും 100% ഡെഡിക്കേറ്റഡ് ആയിട്ട് ബിഹേവിയറൽ ചേഞ്ച് നമ്മൾ വരുത്താൻ വേണ്ടി എന്തോരം സ്ട്രഗിൾ ചെയ്തതല്ല. അവിടെ വരുന്ന അമ്മമാരും അച്ഛന്മാരൊക്കെ എന്തോരം നമ്മുടെ കുട്ടികൾ പറയായിരുന്നു, മിസ്സേ ഞങ്ങൾ എന്തോരം ഓടി ഞങ്ങൾ ക്ഷീണിച്ചു. ഇത് 2 ദിവസമല്ലേ, ഇവരെന്തോരം നാളായി ഓടുന്നു. 45 വയസ്സുള്ള കുട്ടികൾ വരെ ഉണ്ടായിരുന്നു, ചെറിയ വയസ്സുമാണ്. അപ്പൊ അവര് 45 വയസ്സ് വരെ വളർത്തിയപ്പോൾ എന്തോരം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ? നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ വിചാരിക്കും എന്ത് നാശമാണ്, എന്തൊക്കെ ബുദ്ധിമുട്ടാണ് നമുക്ക് ജീവിതത്തിൽ വരുന്നത്. നമ്മൾ കണ്ണ് തുറന്ന് നമുക്ക് ചുറ്റും നോക്കി കഴിയുമ്പോൾ മനസ്സിലാവും എന്തെല്ലാം ബുദ്ധിമുട്ടുകളുള്ള മനുഷ്യരാണ് നമുക്ക് ചുറ്റുമുള്ളത്. അവരുടെയൊക്കെ ബുദ്ധിമുട്ട് നോക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഒരു ബുദ്ധിമുട്ടും പ്രയാസവും നമുക്ക് ഇല്ല. പക്ഷേ നമ്മൾ എപ്പോഴും മനുഷ്യന്റെ ഒരു ചിന്താഗതി എന്താണ്? എല്ലാ പ്രശ്നങ്ങളും നമുക്കാണ്, നമുക്ക് ഭയങ്കര പ്രോബ്ലം ആണെന്നാണ് നമ്മൾ എപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ? പക്ഷെ അങ്ങനെയൊന്നുമല്ല. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും പ്രശ്നങ്ങളെ പറ്റി ആലോചിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പരിഹാരത്തെ പറ്റി ആലോചിച്ചെങ്കിൽ മാത്രമേ നമുക്കതിനെ ഒന്ന് സോൾവ് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലേ? അപ്പൊ ബിഹേവിയറിസം പറയുന്നത് എല്ലാ മനുഷ്യരും മറ്റുള്ള മനുഷ്യരുടെ കാര്യങ്ങൾ കണ്ട് പഠിച്ചിട്ടാണ്. കണ്ട് ഒരുപാട് പഠിക്കുന്നുണ്ട്. നമ്മൾ പഠിക്കും, നമ്മുടെ കുറേ ബിഹേവിയർ ഹെറിഡിറ്ററി ആണ്. നമ്മൾ പോലും അറിയാതെ ജീൻസിന് വളരെയധികം ഒരു റോളുണ്ട്. പ്ലസ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ട് പഠിക്കുന്നുണ്ട്. നമ്മൾ നോക്കി മറ്റുള്ള മനുഷ്യരൊക്കെ എന്തൊക്കെയാണ് കാണിക്കുന്നത്. നമ്മുടെ എസ്പെഷ്യലി ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ഇൻ യുവർ ലൈഫ്, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ പേരൻസോ നിങ്ങളുടെ ഗ്രാൻഡ്മയോ, അങ്ങനെ ഓരോ മനുഷ്യരും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുറേ ഒബ്സഷൻസ് ഉണ്ട്. ഈ ഒബ്സഷൻസ് എനിക്ക് എൻ്റെ അപ്പൻ്റെ അമ്മയുടെ കയ്യിൽ കിട്ടിയതല്ല, എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. എൻ്റെ ഗ്രാൻഡ് മദറിന് ഒരുപാട് ഒബ്സഷൻ ഉണ്ട്. എനിക്കിങ്ങനെ ക്ലീനിങ് ഒബ്സഷൻ ഉണ്ട്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പരാക്രമം പിടിച്ച് വന്ന ലാപ്ടോപ്പ് ഇല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് ക്ലീനിങ് ഒക്കെ ശരിയാണോ എന്ന് നോക്കും. എൻ്റെ വീട്ടിലൊരു ചേച്ചിയുണ്ട്. ചേച്ചിയോട് ഞാൻ ക്ലീൻ ചെയ്യാനോ പറയില്ല. ചേച്ചി ക്ലീൻ ചെയ്യാത്ത സാധനം ഞാൻ അപ്പം പോയി ക്ലീൻ ചെയ്യും. പിന്നെ എനിക്ക് ഒരുപാട് ചെടികളുണ്ട്. ഞാൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വേണ്ടിയില്ല, ഞാൻ രാവിലെ പരാക്രമം പിടിച്ച് ഓടി വന്ന് വണ്ടി റോട്ടിൽ തന്നെയാണ് പാർക്ക് ചെയ്തതെന്ന് തോന്നുന്നുണ്ട്. അകത്തേക്കൊന്നും കയറ്റിയില്ല, അതുകൊണ്ടുണ്ട് സൈഡ് ഒതുങ്ങിയിട്ടുണ്ടായിരുന്നില്ല മര്യാദയ്ക്ക്. എങ്കിലും ഞാൻ പറഞ്ഞു വന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ചെടി വാടിയിരിപ്പുണ്ടോ? ഞാൻ അവിടെ നിന്ന് പോയിട്ട് 3 ദിവസമായി. അപ്പോൾ ഏതെങ്കിലും വാടിയിട്ടുണ്ടോ? വാടിയതിനെല്ലാം വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ പിന്നെ നോട്ടിനെ തപ്പാൻ ശ്രമിച്ചിട്ടുള്ളൂ. കാര്യം എനിക്ക് അങ്ങനത്തെ ഒബ്സഷൻസ് ആണ്. എനിക്ക് മേലെങ്കിൽ കൂടെ ഞാൻ നിലത്ത് ഉരുണ്ട് കിടന്നിട്ടാണെങ്കിലും ഞാൻ തുടക്കി അടിക്കുകയും ചെയ്യും. ഒബ്സഷൻ എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ കിട്ടിയില്ല. എൻ്റെ ഗ്രാൻഡ് മദർ എങ്ങനെയാണെന്നറിയോ? ഒരു ഇങ്ങനെ പഴയ വീടുകളിലൊക്കെ ഇങ്ങനെ കൃഷി, എൻ്റെ വീട് ഗ്രാമത്തിലാണ്. എപ്പോഴും ആരെങ്കിലും എല്ലാ ദിവസവും ഒരു 5-6 മണിക്കാരുണ്ടാവും. അപ്പോൾ ആരെങ്കിലും വന്ന് രാവിലെ മുറ്റം നോക്കും. അത് കഴിഞ്ഞ് ഒരു 2 ഇല വീണ ഉടനെ ഇവള് മുറ്റം തൂത്തോ ഒട്ടും ശരിയായില്ലെന്ന് പറഞ്ഞാൽ 2 ഇല അടിച്ചിട്ട് തിരിച്ചു വരും. എത്ര ഇല വീഴണോ അത്രയും പ്രാവശ്യം മുറ്റടിക്കും. മുറ്റത്തൊരു പുല്ല് പോലും വെക്കില്ല. ഞാൻ എൻ്റെ വീട്ടിൽ നിർത്താൻ കൊണ്ടുവന്നു. 98 വയസ്സുള്ളപ്പോഴാട്ടോ, 100 വയസ്സ് വരെ ജീവിച്ചു.
അപ്പൊ എന്റെ വീട്ടിൽ നിർത്താറില്ല. സന്ധ്യയായി വരുമ്പോ വന്നിങ്ങ് കേറുമല്ലോ, മുറ്റത്ത് എന്തോരം പുല്ല, പെരക്കകത്ത് കയറുന്നില്ല. ചട്ടയും കൊണ്ട് വെള്ള ചട്ടയും കൊണ്ട് ഇട്ടിട്ട് ഞാൻ നോക്കുമ്പോൾ മുറ്റത്ത് മുട്ടിച്ചിരുന്ന് പുല്ല് എന്ത് രസം കൊണ്ട് പുല്ല് പറിക്കാൻ വെച്ചിട്ട്, ഇവിടെ ആരും പുല്ല് പറിക്കാത്ത എന്താന്ന് വെച്ച് പുല്ല് പറിച്ചുകൊണ്ടിരിക്കുക. നിമിഷ നേരം കൊണ്ട് ആ മുൻവശം മുറ്റത്തെ പുല്ല് ബാക്കി പുല്ല് നാളെ പറിക്കാൻ ഉടനെ അകത്ത് കയറി. 98 വയസ്സായ മഞ്ചസ്ത്രീയാന്ന് നോക്കണം. അവർക്ക് അങ്ങനത്തെ ഒബ്സഷൻ ഉള്ളതുകൊണ്ട് 100 വയസ്സ് വരെ പുലി പോലെ നടന്ന് നമ്മൾ വടിയൊക്കെ കൊണ്ടുകൊടുത്താൽ പറയും വടിയൊക്കെ നീ പിടിച്ച്, എനിക്ക് വടിയുടെ ഒന്നും യാതൊരു ആവശ്യമില്ലെന്ന് പറയും. അതുപോലെ എനർജറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അത്രയും ഫ്ലെക്സിബിലിറ്റിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരിങ്ങനെ ഓരോന്നും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്നും അതില്ല. കാരണം നമ്മൾ പുല്ല് നാളെ പറിക്കാം, അല്ലെങ്കിൽ മറ്റന്നാൾ പറിക്കാം, അങ്ങനെ വിചാരിച്ച് പുല്ല് വളർന്ന് പൂത്ത് കുലച്ച് പൂവെല്ലാം കുരുവെല്ലാം വീണ് വീണ്ടും 10,000 പുല്ല് മുളച്ച് കഴിയുമ്പോൾ നമ്മൾ ആരെങ്കിലും വെച്ചത് പഠിപ്പിക്കാൻ ശ്രമിക്കും അല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ് ഇസ് ബിഹേവിയറിസം. ഇനി ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവർ പറയുന്നത് when you see things, don't see it as parts, instead see it as a whole. എല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മൾ നോക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ഭാഗമായിട്ടാണ്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ എനിക്ക് ചെവി വേദനയാണെങ്കിൽ ചെവി മാത്രം നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഇൻസ്റ്റഡ് എന്നെ മൊത്തത്തിലൊന്ന് പരിശോധിച്ച് നോക്കണം. എന്നാലാണ് ചെവി വേദന എന്താന്ന് മനസ്സിലാക്കാനും നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലേ? നിങ്ങളൊരു മനുഷ്യന്റെ ബിഹേവിയർ കാണുന്നു. ഒരു സിനിമയുടെ മമ്മൂട്ടി സാറേ ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നു മമ്മൂട്ടിയോട്. അപ്പൊ മമ്മൂട്ടിയോട് ശ്രദ്ധിക്കാതെ നടന്നു. അപ്പൊ നമ്മൾ അത്രയും ഭാഗം മാത്രമേ കണ്ടുള്ളൂ. അപ്പൊ നമ്മുടെ മമ്മൂട്ടിയെ പറ്റി എന്ത് വിചാരിക്കും? ഇയാൾ വലിയ സിനിമ, ഇയാൾക്ക് എന്തൊരു അഹങ്കാരം, ജാട അല്ലേ, അങ്ങനെ വിചാരിക്കും. പക്ഷെ അയാളുടെ പണി ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വന്ന് നമ്മുടെ കൂടെ നിന്നൊരു പടം പിടിച്ച് നമുക്ക് അയാൾ തന്നെ പടം എടുത്ത് നമുക്ക് തന്നിട്ട് പോയി. അത് ലാസ്റ്റ് ഭാഗമാണ്. അത് നമ്മൾ കാണുന്നില്ല. കണ്ടോ? അത് കണ്ടെങ്കിൽ നമ്മൾ എന്തു പറയും? ഓ മമ്മൂട്ടി ജാടയാണൊക്കെ പറഞ്ഞിട്ട് എന്ത് നല്ല വെരി ഡൗൺ ടു എർത്ത് പേഴ്സൺ അല്ലേ, വെരി ഗുഡ് പേഴ്സൺ, അങ്ങനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തത്. പക്ഷെ നമ്മൾ ഒരു ഇച്ചിരി ഭാഗം കണ്ടപ്പോൾ എന്ത് പറ്റി? നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഭയങ്കര നെഗറ്റീവായി പോയി അല്ലേ? ഇനി മമ്മൂട്ടിയുടെ ജീവിതവും ജീവിത സാഹചര്യവും എല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവർ ഇത്രയൊക്കെ. നിങ്ങൾ സിനിമയുടെ ഷൂട്ടിംഗ് കണ്ടിട്ടുണ്ടോ? ഒരു സീൻ തന്നെ എത്ര പ്രാവശ്യം എടുക്കണേ? ഞാനെങ്ങാനുമാണ് കടലിൽ ചാടി തട്ടാൻ ഇത്രയും പ്രാവശ്യം പോയി വീണ്ടും എടുക്കുക. താൻ കാണിച്ചത് എവിടെ മാന്താൻ പറഞ്ഞിട്ട് താൻ ഇങ്ങനെ മാന്തിയപ്പോൾ അത് ഇച്ചിരി താഴെയായിപ്പോയി, വീണ്ടും പോയി മാന്ത്. അങ്ങനെയാണ് ഓരോ സീനും ഷൂട്ട് ചെയ്യുന്നത്. എത്ര പ്രാവശ്യം. ഞാനും സിസ്റ്ററും കൂടെ ഡിവൈൻ ചാനലിൽ ടോക്ക് ഷോയ്ക്ക് പോയിട്ടുണ്ട് 2 പ്രാവശ്യം. 3 വീക്കാണ് പോയത്. സിസ്റ്റർ ഞാനും കൂടെ 3 വീക്കോടുകൂടി ഞാൻ കോളടിച്ചിട്ടുണ്ട്. ജന്മത്തിൽ ഞാനിനി ഈ ഷോയ്ക്ക് വരുമ്പോൾ നമ്മൾ ചെന്ന ഉടനെ നമ്മളെ പിടിച്ചിരുത്തി മേക്കപ്പ് ഒരു തോർത്ത്, ആ തോർത്തിൽ 10,000 കൊല്ലത്തെ കൺമഷിയും ചെളിയും എല്ലാം ഉണ്ട്. ആ തോർത്ത് വെച്ച് നമ്മുടെ മുഖം ഒരയ്ക്കുന്നു, തൂക്കുന്നു, എന്തൊക്കെയോ തേക്കുന്നു. ഞാൻ അങ്ങനെയൊക്കെ കാണിക്കുന്നു. ഞാൻ സിസ്റ്ററും കൂടെ അവിടെ ഇരിക്കുന്നു. 2 കസേര അപ്പുറത്ത്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ചേഞ്ച്. ഞാൻ വിചാരിച്ചു എന്ത് ചേഞ്ച്? ഞാൻ പറഞ്ഞു സിസ്റ്റർ ഇവിടെ ഇരിക്കുന്നു. അപ്പൊ അവര് പറയാം അതല്ല തുണി മാറാനാവും. ഞാൻ എനിക്കൊന്നുമില്ല, ആകെ ഒരു തുണിയുണ്ട്. 7 എപ്പിസോഡാണ് ഒരു ദിവസം ഷൂട്ട് ചെയ്യുന്നത്. വെളിച്ചെന്നോ ഞാനുണ്ടല്ലോ 2 ലൈറ്റ്, നമുക്ക് ചുറ്റും 5 ലൈറ്റ് ഉണ്ട്. സിസ്റ്ററുടെ ചുറ്റും മൊത്തം 6 ലൈറ്റ്. 1 ലൈറ്റ് ഇവിടെ, 1 ലൈറ്റ്, 2 ലൈറ്റ്സ് 2 സൈഡിൽ. നമ്മളങ്ങനെ പ്രഭാവപീഡിതമായ അന്തരീക്ഷത്തിൽ മെലിഞ്ഞിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ചൂട് കൊണ്ട് നമ്മൾ 1 തിങ് എക്സോസ്റ്റഡ്. 2 സെഷൻ കഴിയുമ്പോഴേ നമുക്ക് ആകർഷണം വരും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അങ്ങനെ തന്നെ ഇരുന്ന് ഓർമ്മൊക്കെ ചെയ്യുന്നതായിരുന്നു. അപ്പോൾ ഉടനെ അവരത് റീടേക്ക് ചെയ്യും. എത്ര പ്രാവശ്യം റീടേക്ക് ചെയ്യും? സെയിം തിങ്. നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും ഒരു എറർ ഉണ്ടെങ്കിൽ അഗെയിൻ അത് റീടേക്ക് ചെയ്യും. നമുക്കൊക്കെ എററൊക്കെ വരും.
3 ദിവസത്തോടുകൂടി ഞാൻ പറഞ്ഞു ഇനി വേറെ ഞാൻ വരില്ല, വേറെ സ്ക്രിപ്റ്റ് മുതൽ എഴുതിയിട്ടുണ്ടാക്കണം. അപ്പം നമ്മളൊരു TV ഷോ ആണോ നമ്മൾ എന്താ വിചാരിക്കുന്നത്? വെറും ടോക്ക് ഷോ ആണ്. അപ്പം എന്തെങ്കിലും ഒരു അഭിനയിക്കുന്ന സാധനമൊക്കെ ആണെങ്കിൽ എന്തോ സംവിധായകന്റെ മനസ്സിൽ എന്നാണോ ഉള്ളത് അത്രയും കാര്യങ്ങൾ അവിടെ വരുന്നവരെ അപ്പൊ ഈ മനുഷ്യര് സാറേ ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ സാറേ, എന്തിനാ സാറേ എന്ന് പറയുമ്പോൾ ഇവർക്ക് പ്രാന്തളവോ ഇളകുവോ? അത് ജാടയാണോ? ഒരു മനുഷ്യന്മാരല്ലേ? ശ്രമപ്പെടേ? ശ്രമമുണ്ടോ? ഒന്നുമില്ല. അപ്പൊ നമുക്ക് എന്തോ നമ്മൾ കാണുന്നത് ഒരു ടിപ്പാണ്. ആ ടിപ്പ് വെച്ചിട്ട് വി ആർ മേക്കിംഗ് ജഡ്ജ്മെന്റ്സ്. നമ്മളത് നിർത്തുന്നുണ്ടോ? നമ്മൾ എന്ത് ചെയ്യും? Again you see only the tip and then make a judgment. നിങ്ങളുടെ പിള്ളേരെ ഓരോ തരത്തിൽ ബിഹേവ് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ കുട്ടി എന്തുകൊണ്ടാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? ഈ ഒരു പ്രത്യേക കാര്യം കൊണ്ടാണോ? അതിന് മുന്നോട്ട് വല്ലതും ഉണ്ടോ? ആലോചിക്കുന്നുണ്ടോ? നമ്മൾ എന്തെങ്കിലും കുഴപ്പം കാണിച്ചത് കൊണ്ടാണോ ഈ കുട്ടി കൺസീവ് ആയപ്പോൾ മുതൽ നമ്മൾ എന്തൊക്കെ ടാൻട്രംസ് കാണിച്ചിട്ടുണ്ടോ അതൊക്കെ ഈ കുട്ടി പലതരത്തിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആരുടെ കുറ്റം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? സോ വെൻ യു ഇന്റർപ്രറ്റ് തിങ്സ് യു ഷുഡ് സീ ഇറ്റ് ആസ് ഹോൾ എന്നാണ് ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞിരിക്കുന്നത്. ഇനി മോഡേൺ ആയിട്ട് ഒരുപാട് പെർസ്പെക്റ്റീവ്സ് ഉണ്ട്. അതിൽ പറയുന്നത് ബയോളജിക്കലായിട്ട് ഒന്നാമത് പറയുന്നത് ബയോളജിക്കൽ പെർസ്പെക്റ്റീവ് ആണ്. കുറെ കാലം കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് ബിഹേവിയറൽ ജെനറ്റിക്സിനെ പറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായത് അല്ലേ? അപ്പൊ ആ ബയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് എന്താ? ബ്രെയിൻ അല്ലേ? ബ്രെയിൻ ഒരു ബിഗ് റോൾ ഉണ്ടോ? ആ ബ്രെയിനിൽ എന്തൊക്കെയുണ്ട്? ബ്രെയിനിന്റെ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും? തലച്ചോറിനകത്ത് ഒരുപാട് സെന്റേഴ്സ് ഉണ്ട് അല്ലേ? ലാംഗ്വേജ് പ്രോസസ്സിംഗ് സെന്റേഴ്സ് ഉണ്ട്, വിഷൻ, ഓഡിറ്ററി, തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, എല്ലാത്തിനും ഓരോ തരം സെന്ററുകളുണ്ട്. നമ്മുടെ ബയോളജിക്കലായിട്ടുള്ള ഓരോ സ്റ്റിമുലസിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ ഓരോ സെന്റേഴ്സ് ഉണ്ട്. ഓരോ സെൻസ് ഓർഗനിൽ നിന്ന് വരുന്ന സാധനങ്ങൾ ഓരോ സ്ഥലങ്ങളാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഈ ബ്രെയിൻ ഒരു ബിഗ് റോൾ ഉണ്ട്. ഇനി സംടൈംസ് ഏതെങ്കിലും ഇപ്പൊ നമുക്ക് കണ്ണ് കാണാത്ത ഒരാളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് വേറെ പല സെൻസസും ഭയങ്കര ഹൈ ആണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ഗ്രാൻഡ് മദറിന്റെ സിസ്റ്ററിന് കണ്ണു കാണൂല. വീട്ടിലൊരാള് വന്നാൽ പട്ടി പോലും അറിയുന്നതിന് മുന്നേ അമ്മാമ അറിയും. അമ്മാമ പറയും ഇവിടെ ആരോ വന്നിട്ടുണ്ട്. നമ്മളിവിടെ പുലി പോലെ നിൽക്കുക, ആര് വന്നു? ഇവിടെ ആരോ വന്നിട്ടുണ്ട്. മണം നമ്മൾ പറ്റിക്കാന്ന് ഓർത്ത് പുറകിൽ കൂടെ പോയാല് പുറകിൽ എത്രയും മുന്നേ അമ്മാമ പറയും ഇന്നാല് വന്നിട്ടുണ്ട്. എങ്ങനെ മനസ്സിലായി? മണം. അങ്ങനെ നമുക്ക് മനസ്സിലാകും. പിന്നെ the way they connect with things. മനുഷ്യനോട് മാത്രമല്ല മൃഗങ്ങളോടൊക്കെ അന്യായമാണ്. കിണറ്റിൽ പോയിട്ട് പട്ടിയാണ് രക്ഷപ്പെടുത്തിയത്. കിണറ്റിൽ ചടിപ്പോയി എന്ന് വെച്ചാൽ കിണറ്റിൽ നിന്നൊക്കെ വെള്ളം പോരും, പക്ഷെ കിണറ്റില് പാള പൊട്ടിപ്പോയി. അപ്പൊ കിണറ്റിൽ ചടി. ഉടനെ പട്ടി ഓടി വന്ന് കരഞ്ഞു വിളിച്ച് നാട്ടുകാരെ റോട്ടിലുള്ളവരെ പോകാൻ വിടാതെ അവരെയൊക്കെ എങ്ങനെയൊക്കെ എനിക്കറിയാൻ പാടില്ല എങ്ങനെയാണോ വിളിച്ചുകൊണ്ടുവന്ന് അമ്മാമ കിണറ്റിൽ കിടക്കണ കാണിച്ചു കൊടുത്ത് അവരെല്ലാം കിടക്കി ചിരിച്ചിട്ട് പോയി. വീട്ടിലായിരുന്നില്ല. അതായത് അവർക്ക് മനുഷ്യനോടും മൃഗങ്ങളോടൊക്കെ ഭയങ്കരമായ കണക്ഷൻസ് ആണ്. നമ്മുടെ ബ്രെയിനിൽ ഡെവലപ്പ് ചെയ്യാത്ത സാധനങ്ങൾ അവർക്ക് വളരെയധികം ഡെവലപ്ഡ് ആണ്. കാരണം ഈ ഒരു സെന്റർ അവർക്ക് പ്രവർത്തിക്കുന്നില്ലാത്തതുകൊണ്ട് ബാക്കിയുള്ള എല്ലാ സെൻസസും ഭയങ്കര ഹൈ ആണ് അവർക്ക് അല്ലേ? നമ്മൾ വിചാരിക്കും ഇവർക്ക് ഇതൊക്കെ എങ്ങനെ പറ്റുന്നു, പക്ഷെ അവർക്കതൊക്കെ പറ്റും. അപ്പൊ ബയോളജിക്കലായിട്ട് ജീൻസ് വഴി നമ്മുടെ ഉപ്പാപ്പന്റെ സ്വഭാവങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. കുറെയൊക്കെ ഹെറിഡിറ്റി ആണ് അല്ലേ? നമുക്കുണ്ടാകുന്ന അസുഖങ്ങൾ കുറെ ഹെറിഡിറ്ററി ആണ്, ജീൻസ്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ സ്റ്റിമുലസും നിങ്ങളുടെ ബ്രെയിനിൽ എത്തിക്കുന്നത് ഞരമ്പുകളാണ് അല്ലേ? ഓരോ ന്യൂറോൺ, ഓരോ നെർവ് സെൽസ് ആണ് അതിനെ അവിടെ എത്തിക്കുന്നത്. അപ്പൊ ആ ന്യൂറോൺ അതിന് എത്തിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് കടത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട് നമുക്ക്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എല്ലാം നല്ലതായിട്ട് പ്രവർത്തിക്കണം അല്ലേ? ഇത് വഴി പോലെയാണ്. നിങ്ങൾ ഈ പറമ്പിൽ
നിങ്ങൾ നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കാട് മൂടിപ്പോവും അല്ലേ? യു ആർ ബോൺ വിത്ത് 200 ബില്യൺസ് ഓഫ് ന്യൂറോൺസ്. പക്ഷേ എന്ത് സംഭവിക്കും? ബൈ ദ ടൈം യു ബിക്കം ഒരു കുറച്ച് 10-12 വയസ്സാകുമ്പോഴത്തേക്ക് 200 കുറഞ്ഞ് 100ആയി. അഡൽട്ട് ആകുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഇനിയും കുറഞ്ഞു വരും. നമ്മളൊന്നും ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കാതെ അതൊക്കെ നശിച്ചു പോകും അല്ലേ? അപ്പൊ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ, പിന്നെ ഡ്രഗ്സ്, ഹോർമോൺസ്, നമ്മുടെ ഹോർമോൺസ് വഴി നമുക്ക് ഒരുപാട് ചേഞ്ചസും ബിഹേവിയറൽ പ്രോബ്ലംസ് വരുന്നുണ്ട്. എസ്പെഷ്യലി സ്ത്രീകൾക്കൊക്കെ ഈ മെനോപോസൽ ഏജ് ഒക്കെ ആകുമ്പോൾ എന്ത് പറ്റും? അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ അവരുടെ ബിഹേവിയർ എന്താണ്. ഭയങ്കരമായ ദേഷ്യം, ഭയങ്കരമായ സങ്കടം അല്ലേ? ഭയങ്കരമായിട്ട് ബയോളജിക്കലായിട്ട് ഒരുപാട് ചേഞ്ചസ്. നമ്മൾ ഊഹിക്കുന്നതിൻ്റെ അപ്പുറത്താണ് ഹോർമോൺസിന് നമ്മുടെ മേലുള്ള ഒരു റോള് അല്ലേ? നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഇതൊക്കെയാണ് ബയോളജിക്കൽ ഫാക്ടേഴ്സ്. ദെൻ സൈക്കോ ഡൈനമിക് ഫാക്ടേഴ്സ് പറയുന്നുണ്ട്. അതായത് അൺകോൺഷ്യസ് മോട്ടീവ്സും ഏർലി റിലേഷൻഷിപ്സും നിങ്ങൾ വെൻ യു ബിക്കം ആൻ ഓൾഡർ അഡൾട്ട്, അതൊക്കെ എങ്ങനെ ഒരു ട്രോമയായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു. അപ്പൊ നമ്മുടെ അഡൾട്ട് ബിഹേവിയറിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ പണ്ട് കാലത്തുള്ള നമുക്ക് ഏതൊക്കെ അനുഭവത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ടെന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞെങ്കിലേ നമുക്കതൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ. ദെൻ ബിഹേവിയറൽ പെർസ്പെക്റ്റീവ്സ് നമ്മൾ പറഞ്ഞു. ലേണിംഗ് ത്രൂ കണ്ടീഷനിങ്, റീഇൻഫോഴ്സ്മെന്റ്, ലേണിംഗ് നമ്മളിനി പഠിക്കും. ദെൻ കോഗ്നിഷൻസ്. കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവ് പറയുന്നത് എന്താണ്? മെമ്മറി, തിങ്കിങ്, ഡിസിഷൻ മേക്കിംഗ്, പിന്നെ അതിലൊക്കെ വരുന്ന എറേഴ്സ് കൊണ്ട് നമ്മുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരാം. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് നമ്മളൊരു പ്രത്യേക രീതിയിൽ ബിഹേവ് ചെയ്യുന്നത്. പിന്നെ ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ് പറയുന്നുണ്ട്. അവർ പറയുന്നത് മനുഷ്യന് പലതരത്തിലുള്ള നീഡുകളുണ്ട്. ബേസിക് ആയിട്ടുള്ള നീഡ്സ് ഉണ്ട്. വൺസ് ദാറ്റ് ഇസ് സാറ്റിസ്ഫൈഡ് യു ഗോ ഇൻ ടു ഹയർ ലെവൽ നീഡ്സ്. നമുക്ക് ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് അല്ലേ? നമുക്ക് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമില്ല, വിശപ്പ്. അപ്പൊ നമുക്ക് ആരെങ്കിലും സ്നേഹിക്കാൻ പറ്റുമോ? ആദ്യം വിശപ്പ് മാറും അല്ലേ? ഈ വിശപ്പ് മാറി എല്ലാവരെയും സ്നേഹിക്കാൻ നമുക്ക് ചുറ്റും ആളുകളുണ്ട്. അപ്പൊ നമുക്ക് എന്ത് വേണം? നമ്മളെ 4 പേരും മാനിക്കണം അല്ലേ? അപ്പൊ നമുക്ക് നീഡ് ഫോർ റെക്കഗ്നീഷൻ ഒക്കെ വേണം. സെൽഫ് എസ്റ്റീം നീഡ്സ് വരും. ഇതൊക്കെ സാധിച്ചു കഴിയുമ്പോഴാണ് നമ്മളെ എങ്ങനെ മാക്സിമം ഗ്രോ ആൻഡ് ഡെവലപ്പ് ചെയ്യാം. അപ്പൊ ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിസ്റ്റുകൾ വന്നിട്ട് ഒരു മനുഷ്യന്റെ ഫുൾ പൊട്ടൻഷ്യൽ എങ്ങനെയൊക്കെ അച്ചീവ് ചെയ്യാം, സെൽഫ് ആക്ച്വലൈസേഷൻ എങ്ങനെയൊക്കെ പോസിബിൾ ആണ്, നീഡ് ഹൈറാർക്കി എന്താണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് സോഷ്യോ കൾച്ചറൽ പെർസ്പെക്റ്റീവ്സ് പറഞ്ഞു. കൾച്ചർ, സോഷ്യലൈസേഷൻ, കോണ്ടെക്സ്റ്റ് ഒക്കെ നമ്മുടെ ബിഹേവിയറിനെ എങ്ങനെയൊക്കെ ഷേപ്പ് ചെയ്തു എന്നുള്ള കാര്യം. അപ്പൊ ഇത്രയും ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സ് ഇൻ സൈക്കോളജി നമ്മൾ കണ്ടു. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജിയാണ്. ബ്രാഞ്ചസ് എത്രയുണ്ട്? നിങ്ങൾക്ക് കേൾവിയുള്ള ഏതൊക്കെ ബ്രാഞ്ചാണുള്ളത്? ഏതൊക്കെ ബ്രാഞ്ചസ് ഉണ്ട്? ക്ലിനിക്കൽ സൈക്കോളജി അല്ലേ? അവരെന്താ ചെയ്യുന്നത്? ഓരോ ബ്രാഞ്ചിനും അതിൻ്റെതായ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ക്ലിനിക്കൽ സൈക്കോളജിയിൽ എന്താ ചെയ്യുന്നത്? they deal with എന്താ? മെന്റൽ ഡിസോർഡേഴ്സും അതിന്റെ ട്രീറ്റ്മെന്റും ഒക്കെയാണ് അവര് നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകൾ എന്ത് ചെയ്യും? അവരെന്ത് പ്രോബ്ലത്തിനെ കൗൺസിൽ ചെയ്യുന്നത്? മെന്റലി ഇല്ലായിട്ടുള്ള ആരെങ്കിലും അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ലായിട്ടുള്ളവരെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് പോലും ചെയ്യാൻ പറ്റില്ല. സൈക്കാട്രിസ്റ്റുകൾ വന്നിട്ട് പലതരത്തിലുള്ള മരുന്നുകൾ കൊടുത്ത് മാനേജ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് അവർക്ക് സൈക്കോതെറാപ്പി കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ? പിന്നെ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകൾ എന്ത് ചെയ്യും? ചെറിയ ചെറിയ ബിഹേവിയറൽ പ്രോബ്ലംസിനൊക്കെ നമുക്ക് ചെറിയ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കാൻ പറ്റും. അതിനുശേഷം എന്താണ്? പിന്നെ ഓരോ മനുഷ്യരുടെ ഓരോ പ്രോബ്ലം അനുസരിച്ചൊക്കെയാണ് നമ്മൾ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കേണ്ടത് അല്ലേ? അപ്പൊ ബിഹേവിയറിനെ പറ്റി അത്രയും ഇൻഡെപ്ത് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൗൺസിലിംഗ് എന്ന സാധനം കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ? അല്ലാതെ നമ്മൾ കൊടുക്കുന്നതൊന്നും കൗൺസിലിംഗ് അല്ല അല്ലേ? അപ്പൊ നമ്മള് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് അത് ചെയ്യും. ദെൻ കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റ് വന്നിട്ട് പ്രോബ്ലം സോൾവിങ്, മെമ്മറി, ലേണിങ്
അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കും. ഡെവലപ്മെന്റൽ സൈക്കോളജിസ്റ്റ് വന്നിട്ട് ലൈഫ് അക്രോസ് ഒരു സ്പാൻ അല്ലേ, നമുക്കൊരു കുറേ വർഷത്തെ ജീവിതങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ഇടയ്ക്കുള്ള സാധനങ്ങളൊക്കെ നോക്കും. സോഷ്യൽ സൈക്കോളജിസ്റ്റ് വന്നിട്ട് ഗ്രൂപ്പ്സും ആറ്റിറ്റ്യൂഡും പ്രജുഡിസും എന്തൊക്കെ നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് നോക്കും. ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷണൽ സൈക്കോളജിസ്റ്റ് വന്നിട്ട് എന്ത് നോക്കും, വർക്ക് പ്ലേസിൻ്റെ മാനസികാരോഗ്യം അതെങ്ങനെ എൻഹാൻസ് ചെയ്യാം, പ്രൊഡക്ടിവിറ്റി എങ്ങനെ കൂട്ടാം, എങ്ങനെ നല്ലതായിട്ട് എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാം അല്ലേ, വർക്ക് എൻവയോൺമെൻറ്റ് എങ്ങനെ നല്ലതാക്കാം, അങ്ങനത്തെ കാര്യങ്ങൾ അവർ നോക്കും. എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് എന്ത് നോക്കും, ലേണിംഗ് പ്രോസസ്സസ് അല്ലേ, എങ്ങനെയൊക്കെ മനുഷ്യന് നല്ലതായിട്ട് ലേൺ ചെയ്യാം, എന്തൊക്കെ ഇൻ്റർവെൻഷൻസ് കൊടുക്കാം, പിന്നെ ലേണിങ്ങിൽ എന്തൊക്കെ തരം പ്രോബ്ലംസ് ഉണ്ട്, ആ ഡിഫിക്കൽട്ടീസിനെയൊക്കെ എങ്ങനെയൊക്കെ അഡ്രസ്സ് ചെയ്യാം, കരിക്കുലം എങ്ങനെ ഡിസൈൻ ചെയ്യാം ബേസ്ഡ് ഓൺ എ പേഴ്സൺസ് നീഡ് അങ്ങനെ. ഇനി അത് കഴിഞ്ഞ് ഹെൽത്ത് സൈക്കോളജിസ്റ്റ് എന്ത് ചെയ്യും, ഫിസിക്കൽ ഹെൽത്തിൽ എന്തൊക്കെ ഇമ്പാക്റ്റ് ആണ് ഉള്ളത് മനസ്സിന് അല്ലേ. അപ്പം നിങ്ങളൊരു സർജറി കഴിഞ്ഞിരിക്കുകയാണ്, നമ്മുടെ മനസ്സ് എങ്ങനെയായിരിക്കും, ഹൈലി ഇറിറ്റേറ്റഡ്. നമുക്ക് ഒരു ഈ ഹെൽത്ത് സൈക്കോളജിസ്റ്റുകളൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പലവിധ ഹോസ്പിറ്റൽ സെറ്റിങ്സിലൊക്കെയാണ് ഒരു സർജറി അണ്ടർഗോ ചെയ്യുന്നതിന് മുന്നേ തന്നെ അവർ കുറേ സെഷൻസ് ഒക്കെ തരും. എന്തിനാണ് അവരങ്ങനെ തരുന്നത്, ടു പ്രിപ്പയർ ദ പേഴ്സൺ ഫോർ സർജറി. അതനുബന്ധിച്ച് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവുന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവരതൊക്കെ പറഞ്ഞു തരും, അതിനോടൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് പറഞ്ഞു തരും. ഈവൻ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഡെലിവറി വാർഡിലൊരു സൈക്കോളജിസ്റ്റിനെ വെച്ചിട്ട് നമ്മൾ ലേബർ പെയിൻ വരുമ്പോൾ അവർ പെയിൻ മാനേജ്മെൻറ്റ് തരും. അപ്പം നമ്മളോട് കുറേ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കും അവർ നമ്മളെ കൊണ്ട്. അപ്പം നമ്മുടെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡെലിവറി അങ്ങ് സംഭവിക്കും അല്ലേ. മറ്റേ നമ്മുടെ ഫോക്കസ് എപ്പോഴും ഇവിടെ എന്താ പ്രസവിക്കാത്ത വയറുവേദന എടുക്കുന്നുണ്ടല്ലോ, കാല് കഴുകുന്നോ തല വന്നോ എന്നൊക്കെ ആലോചിച്ച് നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നാൽ നമുക്ക് മര്യാദയ്ക്ക് പ്രസവിക്കാൻ പറ്റുമോ, ഇല്ല. ടോയ്ലറ്റിൽ പോകുമ്പോൾ നമ്മുടെ പ്രോബ്ലം എന്താ, കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആളുകൾക്കറിയാം അവരുടെ ബുദ്ധിമുട്ട് എന്താ, വയറ്റിലേക്ക് പോകുന്നില്ല എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ കോൺസ്റ്റിപ്പേഷനായി. നമ്മൾ ആ ചിന്ത വിട്ട് വേറെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ വയറ്റിന്ന് പൊയ്ക്കോളും. പക്ഷേ നമ്മുടെ ഫോക്കസ് എപ്പോഴും മുഖത്ത് കുരു വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, മുഴുവൻ നേരം കുരുവിനെ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ കുരു മാറുമോ, കുരുവിനെ പറ്റി ആലോചിക്കാൻ സമയമില്ലാത്ത ആളുകൾ ഒരു കുരുവില്ല. എൻ്റെ മുഖത്ത് ജനിച്ചതിനെ കുരു വന്നിട്ടില്ല, കാരണം എനിക്ക് ആലോചിക്കാൻ നേരെ കിട്ടിയിട്ടില്ല. എനിക്ക് പിരിപിരി ഞാൻ ഉണർന്ന് എഴുതുകൊണ്ടിരിക്കും. അതിനിടയ്ക്ക് മുഖത്ത് കുരുണ്ടോ തലയിൽ ചൊറിയുണ്ടോ എന്നൊന്നും നോക്കാൻ സമയമില്ല. അപ്പൊ നമ്മൾ പക്ഷെ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരുന്നാല് എന്നോട് എപ്പോഴും ചോദിക്കാറില്ല എങ്ങനെയാണ് മുഖത്ത് ഇങ്ങനെ കുരു മുഖം ഇങ്ങനെയാണ് നോക്കുന്നത്. ഞാൻ പറയായിരുന്നു എൻ്റെ വീട് 100-200 കൊല്ലമായത്, അവിടെ കണ്ണാടി പോലും ഇല്ല. കണ്ണാടിയൊക്കെ ഉണ്ട്, ഊറ്റാൻ കൂടി ഇട്ടാ കാണാൻ പാടില്ല. പിന്നെ ലൈറ്റൊക്കെ ഇട്ട് നമ്മൾ കണ്ണാടിയിലൊക്കെ നോക്കിയെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. നമ്മൾ കണ്ണാടിയിലൊക്കെ നോക്കാതിരുന്നാൽ നമ്മുടെ മുഖം നല്ലതായിട്ട് ഇരിക്കും. ഒരുപാട് സോപ്പൊക്കെ ഇട്ട് കുളിച്ചും തേച്ചും ഉരച്ചും ഒക്കെ കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഓരോന്നൊക്കെ വരും അല്ലേ. ഒന്നും ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ പല്ല് കേൾക്കാത്ത എൻ്റെ മകൻ്റെ എല്ലാ പല്ലും നല്ലതാണ്. രാവിലെ ഉച്ചക്കും വൈകുന്നേരം പല്ല് കേൾക്കണം. എൻ്റെ പല്ല് എത്ര കേടാന്നറിയോ, എനിക്ക് പല്ല് കേൾക്കണം ഒബ്സഷൻ ഉണ്ട്. അതോടുകൂടി എൻ്റെ എല്ലാ പല്ലും കേടായി. പേസ്റ്റൊക്കെ കടിയ വിഷങ്ങളാണ് അല്ലേ, അതിനകത്തൊക്കെ ജില്ലോടിയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. പല്ലൊക്കെ ഉരച്ചൊരച്ച് ആ ഗ്ലാസ് ഇതുണ്ട്, ഗ്ലാസിൻ്റെ തരികളുണ്ട്. അപ്പോൾ അത് വെച്ചൊക്കെ നമ്മൾ ഉരയ്ക്കുന്നത്. ഉരച്ചൊരച്ചുള്ള ഇനാമലെല്ലാം തേച്ച് തീർത്ത് പിന്നെ എന്ത് ചെയ്യും, പല്ല് കേടുവരാതെ എന്ത് തരം പല്ല് മോണ റീസീവ് ചെയ്ത് ഉരച്ചൊരച്ച്. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യും. എവിടെയാണോ നമ്മൾ ഉരയ്ക്കുന്നത് അവിടെയൊക്കെ കൂടുതൽ കേടാവും അല്ലേ. നമ്മൾ ആവശ്യമില്ലാത്ത ഓരോ പണി ചെയ്യാൻ പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഓരോ തരക്കേടുകളൊക്കെ വരുന്നത്. നമ്മൾ പ്രകൃതിയോടാണെങ്കിൽ അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ഒരു തരക്കേടും നമുക്ക് വരാൻ പോണില്ല അല്ലേ. അപ്പോൾ എപ്പോഴാണോ അപ്പോൾ ഹെൽത്ത് സൈക്കോളജിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ. പിന്നെ ടെർമിനൽ ഇൽനെസ്സസ് ഒക്കെ വരുന്ന ആളുകൾ, എനിക്ക് ക്യാൻസറാണ്, എന്ത് ചെയ്യും, ആദ്യം പ്രിപ്പയർ മീ അല്ലേ. അതിൻ്റെ ഡിസ്കംഫേർട്ട്സ് ഇങ്ങനെയൊക്കെയാണ്. ഓരോ സ്റ്റേജിൽ കൂടെ നമ്മൾ കടന്നു പോകും. പിന്നെ നമുക്ക് ഈ സ്റ്റേജിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഇന്ന ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്.
ഡിസ്കംഫർട്ട് ഉണ്ട്, പക്ഷേ ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെയൊക്കെ ആവും. അങ്ങനെ നമ്മളെ ഇങ്ങനെയൊക്കെ പോസിറ്റീവാക്കി വെക്കാം. മ്യൂസിക് വെച്ച് തരണോ അല്ലേ, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ബുദ്ധിമുട്ടുകൾ കുറേ മാറുമോ ഇല്ലയോ. ഇപ്പം എനിക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ അറിയില്ല, ഞാൻ ഈ ക്ലാസ്സിലാണ് 10 മണിക്കൂർ ഞാൻ നിന്ന് കഴിയുമ്പോൾ എൻ്റെ നടു ഒരു വഴിക്കാവും അല്ലേ. അപ്പം ഞാൻ 10 മണിക്കൂർ കഴിയുമ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് ഇരിക്കാനും നിൽക്കാനൊക്കെ കുറച്ച് പാടായിരിക്കും, എഴുന്നേറ്റ് നടക്കാൻ എനിക്ക് ഭയങ്കര പാടായിരിക്കും. കാരണം നടുവൊക്കെ ഇങ്ങനെ സ്റ്റിഫായിപ്പോയി. പക്ഷെ 10 മണിക്കൂർ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വല്ലതും അറിയോ? ഒന്നും അറിയില്ല അല്ലേ. എനിക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും ഞാൻ ലീവ് എടുക്കില്ല. കാരണം ഞാൻ കോളേജിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് അസുഖം ഉണ്ടെന്ന് അറിഞ്ഞു. പിന്നെ തിരിച്ച് വീട്ടിൽ വന്ന് കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ അസുഖമാണ്. അത് പിന്നെ കുറച്ച് നേരമല്ലേ ഉള്ളൂ. നേരം വെളുത്ത 7:30 ആകുമ്പോൾ എങ്ങനെ എഴുന്നേറ്റ് കോളേജിൽ പോവും. വൈകുന്നേരം ഒരു 7:30 വരെ എങ്ങനെയെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു വരുള്ളൂ. അപ്പം എന്ത് സംഭവിക്കും? എനിക്ക് കുറേ ചാർജസ് ഉണ്ട്, വർക്സിൻ്റെ ചാർജ് ഉണ്ട്, സ്റ്റാഫ് അസോസിയേഷൻ്റെ ചാർജ് ഉണ്ട്. അപ്പം കോളേജിൽ നടക്കുന്ന എല്ലാ മെയിൻ്റനൻസ് വർക്കുകളും ഞാൻ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊട്ടേഷൻ വിളിച്ച് എല്ലാം ചെയ്യണ്ടേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇൻവോൾവ് ആണ് അല്ലേ. സോ എങ്ങനെ നമ്മുടെ കുറേ ഡിസ്കംഫർട്ട്സിനെയൊക്കെ എങ്ങനെ നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും? ബൈ കീപ്പിംഗ് യുവർ സെൽഫ് എൻഗേജ് അല്ലേ, ഇൻവോൾവിങ് യുവർ സെൽഫ് വിത്ത് ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് അല്ലേ. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഹെൽത്ത് സൈക്കോളജി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ദെൻ ഫോറൻസിക് സൈക്കോളജി എന്താ ചെയ്യുന്നത്? സൈക്കോളജി ടു ക്രൈം, ലോ, പോലീസ് അങ്ങനത്തെ ഉള്ള പ്രൊഫഷനിലേക്ക് ഈ വർക്കുകൾ, നിങ്ങൾക്കറിയാം നാർക്കോ അനാലിസിസ് ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. പിന്നെ ലൈ ഡിറ്റക്ഷൻ അതൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ആരാ? സൈക്കോളജിസ്റ്റുകളും റിസർച്ചേഴ്സാണ് അല്ലേ. ഇങ്ങനത്തെ ന്യൂറോ സൈക്കോളജിയിലൊക്കെ റിസർച്ച് ചെയ്യുന്ന ആളുകളാണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെ അവരുടെ ജോലിയാണ്. ദെൻ പേഴ്സണാലിറ്റി സൈക്കോളജിയിൽ എന്താ പഠിക്കുന്നത്? പലതരത്തിലുള്ള ട്രേറ്റ്സ്, പ്രൊഫൈൽസ്, ഡിഫറൻസസ്, ഓരോ മനുഷ്യൻ്റെ പ്രൊഫൈലിംഗ് ചെയ്ത് കഴിയുമ്പോൾ അയാൾ എങ്ങനത്തെയാണ്, പലതരത്തിലുള്ള പേഴ്സണാലിറ്റി ഉണ്ട്. ഓരോ പേഴ്സണാലിറ്റിക്കും ടിപ്പിക്കൽ ഓരോ ബിഹേവിയർ ഉണ്ട്. ഫോർ എക്സാമ്പിൾ പാരനോയിഡ് പേഴ്സണാലിറ്റി കേട്ടിട്ടുണ്ടോ? പാരനോയ സംശയം, അവിടെ ഒരാളാണെങ്കിലോ എന്തോ സംശയം എടുക്കപ്പോഴാണ് ഒരു പ്രോബ്ലം. രോഗമൊന്നുമല്ല, ബട്ട് ദെയർ പേഴ്സണാലിറ്റി ഈസ് എന്താ, ഇങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി. അവിടെ എന്തെങ്കിലും ചെറിയ സാധനം, അല്ലെങ്കിൽ നീ എന്താന്ന് ലേറ്റായി വന്നത്, അവിടെ പോയി അല്ലേ. അവർ സംശയിക്കും ഓരോ കാര്യങ്ങളൊക്കെ അവരിങ്ങനെ ആട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. പല മനുഷ്യർക്കും ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, OCD ഉള്ള മനുഷ്യർ പാലടച്ചോന്ന് 100 പ്രാവശ്യം സംശയം, ഗ്യാസ് ഓഫ് ചെയ്തോന്ന് സംശയം അല്ലേ. ഓർത്തപ്പോഴാണ് ഞാൻ ഓഫ് ചെയ്തോന്ന് എനിക്ക് സംശയം, ഞാൻ ഒന്നും ഗ്യാസേ ഓൺ ചെയ്തിട്ടില്ല, അപ്പം പിന്നെ ഓഫ് ചെയ്ത കാര്യം ആലോചിക്കേണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഓരോ സംശയങ്ങളൊക്കെയാണ്. അപ്പോൾ പലതരത്തിലുള്ള പേഴ്സണാലിറ്റി, അതിൻ്റെ ഇമ്പാക്റ്റ് ഒക്കെയാണ് അവർ പഠിക്കുന്നത്. ന്യൂറോ സൈക്കോളജിയിൽ ബ്രെയിനും ബിഹേവിയറും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് അല്ലേ. സേ ഫോർ എക്സാമ്പിൾ യു ഹാവ് എ ബ്രെയിൻ ഇഞ്ചുറി. ബ്രെയിൻ ഇഞ്ചുറി വരുമ്പോൾ എന്ത് പറ്റും? നമുക്ക് ഒരുപാട് ബിഹേവിയർ പ്രോബ്ലംസ് വരും. ആ വിച്ച് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഇസ് ഇഞ്ചേർഡ് എന്നനുസരിച്ചിട്ട് നമുക്ക് പ്രശ്നങ്ങൾ വരും അല്ലേ. ചില മനുഷ്യർക്ക് ഓർമ്മ പോകും, ചില മനുഷ്യർക്ക് ലാംഗ്വേജ് ഇല്ല. എനിക്കൊരു പരിചയമുള്ള ഒരാളുണ്ട്, അദ്ദേഹത്തിന് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ആകെ എന്നുള്ള അക്ഷരം മാത്രമേ ഉള്ളൂ. എനിക്ക് വെച്ചാൽ എന്നാ ആ ചേട്ടൻ എന്തൊക്കെയാണ് വിശേഷം? ചേട്ടൻ പറയുന്നത് എനിക്ക് സുഖമാണെന്നാണ്, പക്ഷെ നമുക്ക് മനസ്സിലാകുന്നത് നമ്മളോട് പറയുന്നത് ഇതെന്താണത്, ഇങ്ങനെ എന്ത് ചെയ്യും, ഈ മനുഷ്യനെ എങ്ങനെ ഡീൽ ചെയ്യും? പക്ഷെ അദ്ദേഹത്തിൻ്റെ പിള്ളേരും വീട്ടിലുള്ളവർ ചേർന്നിട്ട് വളരെ എഫക്റ്റീവായിട്ട് അതിനെ ഡീൽ ചെയ്തു. പിന്നെ അത് കോമ്പൻസേറ്റ് ചെയ്ത് എല്ലാം പഴയപടി നമുക്ക് റിക്കവറി വരുമ്പോഴത്തേക്കും എല്ലാം നോർമലാവും. ദെൻ കമ്പാരിറ്റീവ് സൈക്കോളജിസ്റ്റ് ഉണ്ട്. ദേ സീ ബിഹേവിയർ അക്രോസ് സ്പീഷീസ്, പലതരത്തിൽ മനുഷ്യന്മാരുടെ ബിഹേവിയർ, പരുമൻ്റെ ബിഹേവിയർ, എലിയുടെ ബിഹേവിയർ അല്ലേ. നമ്മളെല്ലാം പഠിക്കുമ്പോൾ ആദ്യമായിട്ട് മനുഷ്യൻ്റെ ബിഹേവിയറിലാണോ പഠിക്കുന്നത്? ആണോ അല്ലയോ? ആണോ? നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ ആദ്യം മനുഷ്യരിലാണോ? അല്ല, നമ്മൾ പല റാറ്റ്സിലോ ഗിനിപിഗ്സിലോ മങ്കീസിലോ അങ്ങനെ ഓരോ അനിമൽസിലൊക്കെ റിസർച്ച് ചെയ്തിട്ട് പിന്നെ ഏറ്റവും ലാസ്റ്റാണ് മനുഷ്യന്മാരിലേക്ക് നമ്മൾ വരുന്നത് അല്ലേ. അപ്പം നമ്മൾ എപ്പോഴും ബിഹേവിയർ സ്റ്റഡീസ് ഒക്കെ നടത്തുമ്പോൾ അവർ ബിഹേവിയർ സിമിലർ ടു
ലിമിറ്റഡ് എക്സ്റ്റെന്റ്. അത് കഴിഞ്ഞ് നമ്മൾ വളരും, അവര് വളരില്ല അല്ലേ? നമ്മളെ പോലെ ഒരു കൊല്ലം കൊണ്ടാണോ എണിച്ച് നടക്കണ പട്ടിയും പശുവും ഒക്കെ? അവര് വീണു, നിലത്ത് വീണു, മറിഞ്ഞു തിരിഞ്ഞു, അമ്മ കുറച്ചു നേരം നക്കി, ചാടി എണീച്ചു, വെച്ച് വീഴും. 2 മണിക്കൂർ കഴിയുമ്പോൾ അവര് ഉള്ളിപ്പാഞ്ഞ് ഓടും. നമ്മള് ഉള്ളിപ്പായണെങ്കിൽ എത്ര നാൾ കഴിയണം അല്ലേ? 1 വർഷം കാത്തിരിക്കണം നമ്മൾ തുള്ളുകയോ പായോ ഒക്കെ ചെയ്യണമെങ്കിൽ അല്ലേ? 1 വയസ്സിലൊന്നും പാല് നടക്കുന്നില്ല. കാരണം നമ്മൾ പഠിച്ച പോലെ സ്റ്റിമുലസും റെസ്പോൺസും ഉണ്ട്, സ്റ്റിമുലേഷൻ ഇല്ല. പിള്ളേരെയൊക്കെ നമ്മൾ ഒന്നില്ലെങ്കിൽ യന്ത്രത്തിലിരുത്തി ഉന്തിക്കൊണ്ട് നടക്കുന്നു, അല്ലെങ്കിൽ എളിയിൽ വെച്ചുകൊണ്ട് നടക്കുന്നു. കുട്ടികൾക്ക് യാതൊരു, പണ്ടൊക്കെ അങ്ങനെയല്ല, വീട്ടിലുള്ളവർക്ക് നേരമൊന്നുമില്ല, കൊച്ചുങ്ങളെയൊക്കെ പായ ഒഴിച്ച് അതിലായിരിക്കും കിടക്കുന്നത്. അങ്ങനെ പായ ഒഴിച്ച് കിടക്കുമ്പോൾ കൊച്ചു തിരിയോ മറിയൊക്കെ ചെയ്യും, കൊച്ചിന് ബോറടിക്കും അല്ലേ? അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ തറ നല്ല ഉറച്ചതായതുകൊണ്ട് കൊച്ചിന് നല്ല ഒരു ഫേം ആയിട്ടുള്ള ഒരു സ്ഥലം കിട്ടുക. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയോ തിരിയോ ഒക്കെ ചെയ്ത് കൊച്ച് തന്നെ എണീച്ച് 8ാം മാസം ആകുമ്പോൾ നടക്കാൻ തുടങ്ങി. 8ാം മാസത്തിൽ 8 അടി വെക്കും അല്ലേ? 10ാം മാസത്തില് നല്ലതായിട്ട് റെസ്പോൺസ് തരാൻ തുടങ്ങും. കൂയിങ് സൗണ്ട്സ്, സ്പീച്ച് പ്രൊഡക്ഷൻ വരും. അമ്മ, അച്ഛ അങ്ങനെയൊക്കെ പറയും കൊച്ചുങ്ങൾ. കാക്ക, തത്ത, വട്ടി അങ്ങനെയൊക്കെ കൊച്ചു അക്ഷരങ്ങളൊക്കെ പറയും. പിന്നെ അത് ലാംഗ്വേജ് പ്രൊഡക്ഷനിലേക്ക് പോകും. അപ്പൊ ഇങ്ങനെ പല പിന്നെ ഉണ്ട് പോസിറ്റീവ് സൈക്കോളജി, സ്പോർട്സ് സൈക്കോളജി, ഒരുപാട് ബ്രാഞ്ചസ് അല്ലേ? എങ്ങനെ ബ്രാഞ്ചസ് ഉണ്ടാകുന്നത്? ആസ് ദ ഡിസിപ്ലിൻ ഗ്രോസ് അല്ലേ? വളർന്നു വരുമ്പോഴത്തേക്കും ഇനി പുതിയ സാധനങ്ങൾ ഡെവലപ്പ് ചെയ്തേ പറ്റൂ. അങ്ങനെ ഡെവലപ്പ് ചെയ്താണ് പുതിയ സാധനങ്ങളൊക്കെ ഉണ്ടായി വരുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ടുള്ളത് ആപ്ലിക്കേഷൻസ് ടു ഡിഫറെന്റ് ഡിസിപ്ലിൻസ് ആണ്. പല ഡിസിപ്ലിനിലുള്ള ആപ്ലിക്കേഷൻ ഉണ്ട് ഈ സൈക്കോളജിക്ക്. നമ്മൾ പറഞ്ഞ പോലെ ഈ ഓരോ ഇതൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ എഡ്യൂക്കേഷനിൽ എന്താ ആപ്ലിക്കേഷൻ? എന്തൊക്കെയാ എഡ്യൂക്കേഷനിൽ എന്താ ആപ്ലിക്കേഷൻ? നമ്മൾ പറഞ്ഞല്ലോ, എങ്ങനെ പഠന പ്രക്രിയ മെച്ചപ്പെടുത്താം അല്ലേ? പഠന വൈകല്യങ്ങളുള്ള ആളുകൾക്ക് എന്തൊക്കെ ഇന്റർവെൻഷൻസ് കൊടുക്കാം? സ്കൂളുകളിലെ കരിക്കുലം എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാം? ക്ലാസ് റൂമിൽ എങ്ങനെ കുട്ടികളെ മാനേജ് ചെയ്യാം അല്ലേ? അതൊക്കെയാണ് എഡ്യൂക്കേഷൻ. ഇനി ഹെൽത്തില് മെന്റൽ ഹെൽത്ത് കെയർ അല്ലേ? ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളും ഹെൽത്ത് സൈക്കോളജിസ്റ്റുകളും ഒക്കെ അങ്ങനെയാണ്. സ്ട്രെസ് മാനേജ്മെന്റ്, ബിഹേവിയറൽ ഹെൽത്ത് ഇന്റർവെൻഷൻസ്. സ്ട്രെസ് ഉണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഉണ്ടാവാറുണ്ടോ? സ്ട്രെസ് എക്സ്പീരിയൻസ് ചെയ്യാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? എങ്ങനെയാ സ്ട്രെസ്സിനെ നിങ്ങൾ മാനേജ് ചെയ്യുന്നത്? മാനേജ് ഒന്നും ചെയ്യാറില്ല. സ്ട്രെസ് ഒന്നും പോട്ടെ, മുന്നിൽ കണ്ടാലും തല്ലി തെരിപ്പണാക്കിയേക്കാം, അങ്ങനെയാണോ? സ്വയം അങ്ങ് ഞെക്കി അങ്ങ് ഒതുക്കി അങ്ങ് വെക്കുവോ? എങ്ങനെയാ മാനേജ് ചെയ്യണേ? കുറച്ച് നമ്മള് ആരാണോ സ്ട്രെസ് ഉണ്ടാക്കി അവരോട് കുറച്ച് സ്ട്രെസ് ഒക്കെ കാണിക്കാറുണ്ടോ? ഉണ്ട്. പിന്നെ എന്ത് ചെയ്യും? പാട്ട് വെക്കും. പിന്നെ നടക്കോ? നടക്കും അല്ലേ? ചില മനുഷ്യന് സ്ട്രെസ് വരുമ്പോ നോക്കിക്കോ, മറ്റേ എന്താ പറയാ, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും, വര അങ്ങോട്ടും ഇങ്ങോട്ടും കാലാട്ടിക്കൊണ്ടിരിക്കും, അങ്ങനെ പല സാധനങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. പിന്നെ ചിലവർക്ക് സ്ട്രെസ് വന്നാല് ശരീരം ആ സകലം റിഫ്ലക്ട് ചെയ്യും. മുഖമൊക്കെ ദേഷ്യപ്പെട്ട് ഇവിടെയൊക്കെ ചുമന്നിരിക്കും. ഞങ്ങളുടെ പ്രിൻസിപ്പിൾ അങ്ങനെയായിരുന്നു പണ്ടുണ്ടായിരുന്ന പ്രിൻസിപ്പിൾ. ഞങ്ങൾ നോക്കും മുഖം തുറന്നിട്ടുണ്ടോ, തുറന്നെങ്കിൽ ഞങ്ങളായി എരിയെ പോകില്ല, എടുത്തിരിക്കുവാണെങ്കിൽ ഞങ്ങൾ ചാടി അകത്ത് കയറി എന്തൊക്കെ സാധിക്കാനുള്ള ഇതൊക്കെ സാധിക്കും. അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ട്രെസ് വളരെയധികം കൂടും അല്ലേ? അപ്പൊ നമ്മള് അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ താങ്ങാൻ പറ്റാത്ത സ്ട്രെസ് ഒന്ന് എന്ത് ചെയ്യും? കരയും. അല്ലേ? പിന്നെ ചില മനുഷ്യർ കഴിച്ച് തീർക്കും. വെയിൽ എന്നൊരു സിനിമ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് ആ സിനിമയിലെ നായിക അങ്ങനെയാണ്,
അവളോട് എന്തൊക്കെയോ വീട്ടിൽ നിന്ന് ചെയ്യണ്ടെന്ന് പറയും, സിനിമയ്ക്ക് പോകണ്ടെന്ന് എന്തൊക്കെയോ പറയും. അതോടുകൂടി അവൾ ഒരു കലം ചോറ് വെട്ടി വാരിയിട്ട് എല്ലാം കൂടെ കുത്തി അമക്കി തിന്ന് തീർത്ത് ബാക്കി കൊണ്ടുവന്ന് പശുവിൻ്റെ കാടിയിൽ വിട്ടു. ഇനി ഈ വീട്ടിലാരും ഭക്ഷണം കഴിക്കണ്ട. ചിലവർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും അല്ലേ? ഇനി ചിലവർക്ക് ഇതൊന്നും താങ്ങാൻ പറ്റില്ല, മാനസിക രോഗത്തിലേക്ക് പോകും, ഡിപ്രഷനിലേക്ക് പോകും അല്ല, അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. അപ്പൊ എന്താ നമ്മൾ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യണം. ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാം. വളരെയധികം ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള രീതിയിലും സ്ട്രെസ്സിനെ നമുക്ക് മാനേജ് ചെയ്യാം അല്ലേ? അതൊക്കെ നമ്മൾ ഇനി ഓരോന്നിനൊക്കെ പഠിക്കും. ഇനി ക്രിമിനോളജിയിലും ലോയിലും ഒക്കെ ജൂറി സെലക്ഷൻ മുതൽ ക്രിമിനൽ പ്രൊഫൈലിംഗ്, പിന്നെ പല പല റീഹാബിലിറ്റേഷൻ പ്രോഗ്രാംസ് അല്ലേ? നമ്മൾ പല ഇന്റർവ്യൂ ബോർഡിലിരിക്കും. എന്നാന്ന് വെച്ചാൽ അവർക്ക് ഇങ്ങനത്തെ സൈക്കോളജിക്കലി അവർ സ്ട്രോങ് ആണോ, മെന്റലി ഹെൽത്തി ആണോ എന്നൊക്കെ അസസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല ഇന്റർവ്യൂ ബോർഡിൽ സൈക്കോളജിസ്റ്റുകൾ ഇരിക്കാറുണ്ട്. ഞാൻ പല ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കാറുണ്ട്. ഈ ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് പഠിച്ചവരുടെ സെലക്ഷൻ വരും. BPCL പോലെ കമ്പനികൾ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ സൈക്കോളജിസ്റ്റ് മസ്റ്റാണ്. കാരണം അവർ ഹാൻഡിൽ ചെയ്യുന്ന എന്തൊക്കെയാണ് പൊട്ടൻഷ്യലി ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? തീപിടുത്തം ഉണ്ടായാൽ അയ്യോ എനിക്ക് പേടിയാ, ഞാൻ പോകില്ല, ഞാൻ ഇവിടെ എങ്ങനെ ഇരിക്കാന്ന് പറഞ്ഞാൽ മതിയോ? ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസറാണ് നിങ്ങൾ. അയ്യോ സാറേ അവിടെ തീപിടുത്തം ഉണ്ടായെന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? തീപിടുത്തം ഉണ്ടായോ എന്നാൽ നിങ്ങൾ തന്നെ അടച്ചോ, ഞാനിവിടെ ഇരിക്കുക, എനിക്ക് പേടിയാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? പറ്റുമോ? ഡോക്ടറെ എമർജൻസി ശസ്ത്രക്രിയ പറ്റില്ല, എനിക്ക് ചോരയണ്ട, തലകറങ്ങും, പറ്റുമോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇങ്ങനത്തെ പ്രൊഫഷണൽ ജോലി ചെയ്യുന്ന ആളുകൾ എത്രത്തോളം കോമ്പീറ്റന്റ് ആണെന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ ക്രിമിനൽസിനെ പ്രൊഫൈൽ ചെയ്യും. ഇനി ഇവർ തിരിച്ചുവിട്ടാൽ വീണ്ടും ഒരു ഹാബിച്വൽ ക്രിമിനൽസ് ഉണ്ട് അല്ലേ? സൈക്കോപത്സ് ഉണ്ട്. വിപ്പറൊക്കെ നോക്ക്, ആരൊക്കെ ഉണ്ട്? അവനെ ഉപദ്രവിക്കുന്നവരെയാണ് അവർ കൊല്ലുന്നത്. ആരൊക്കെ ഉണ്ടായാലും തലക്കടിച്ച് കൊല്ലുക. ചുറ്റിക വെച്ച് അടിച്ചു കൊല്ലുന്ന ആളുണ്ട് ഉണ്ടായിരുന്നു, കല്ല് വെച്ചിടിച്ചു കൊല്ലുന്ന ആളുകളുണ്ടായിരുന്നു അല്ലേ? ഈ കടത്തന്നാലൊക്കെ ഉറങ്ങുന്ന ആളുകളെയാണ് അവര് കൊല്ലുന്നത്. കാര്യം അങ്ങനെ ആളുകളെ കണ്ടു കഴിഞ്ഞാൽ അവർക്കിടെ ആ ക്രിമിനൽ ടെൻഡൻസി ഉണരും. പിന്നെ അവരത് ചെയ്യും, അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ആളുകളൊക്കെ ക്രിമിനൽ പ്രൊഫൈലിംഗ് ചെയ്യണം. അവർക്കൊക്കെ എന്തെങ്കിലും റീഹാബിലിറ്റേഷൻ പ്രോഗ്രാംസ് നമ്മൾ കൊടുക്കണം. ഇനി ഇൻഡസ്ട്രിയിലും ബിസിനസ്സിലൊക്കെ സൈക്കോളജിക്കാരുടെ ആവശ്യമുണ്ടോ? സ്ഥാപനങ്ങളിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും സൈക്കോളജിക്കലായിട്ടുള്ള സ്ട്രെങ്ത്സ് നമ്മൾ വെരിഫൈ ചെയ്യും. അവർക്ക് ട്രെയിനിങ് കൊടുക്കണം അനുയോജ്യകരമായ രീതിയിൽ അല്ലേ? ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, സെലക്ഷൻ, ട്രെയിനിങ്, പിന്നെ അവരെ ഇവാലുവേറ്റ് ചെയ്യുന്നത്, പ്രൊമോഷൻ കൊടുക്കുന്നത് എല്ലാം എവറിത്തിങ് ഈസ് ബേസ്ഡ് ഓൺ ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ദെൻ ടെക്നോളജി, പലതരത്തിലുള്ള മനുഷ്യനും ഇപ്പം നിങ്ങൾ ഇരിക്കുന്ന കസേര, നിങ്ങൾക്ക് അവിടെ ഇരിക്കുന്നവർക്ക് ഒരു പ്ലാസ്റ്റിക് കസേര വന്നാൽ മതി. ഇങ്ങനത്തെ കസേര എന്തിനാ? നിങ്ങൾക്ക് എഴുതണം. ഇനി നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ അരമണിക്കൂർ 1 മണിക്കൂറൊക്കെയാണോ ഇരിക്കുന്നത്? അല്ല, നിങ്ങൾ മണിക്കൂർ കണക്കിനാണ് ഇരിക്കുന്നത് അല്ലേ? മണിക്കൂർ കണക്കിന് നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഒരു നടുവിലൊന്നും കേട് വരാത്ത രീതിയിൽ വേണം നിങ്ങൾ ഇരിക്കാൻ. അപ്പൊ എർഗണോമിക്കലി ഡിസൈൻഡ് ചെയർസ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പണ്ടൊക്കെ സ്കൂളിൽ ഡെസ്ക് ബെഞ്ച് ആയിരുന്നു. ഡെസ്ക് ബെഞ്ച് ആണെങ്കിൽ നല്ലതാണ്, നമുക്ക് ഡെസ്കിലേക്ക് ഇങ്ങനെ ലീൻ ചെയ്യാം. പക്ഷെ അതല്ല, ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സാധനം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ, ഹ്യൂമൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് ഒക്കെ മനസ്സിലാക്കാൻ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സ്പോർട്സിലൊക്കെ എന്താ ആപ്ലിക്കേഷൻ? മനുഷ്യന്മാരെ നല്ലതായിട്ട് ട്രെയിൻ ചെയ്യണം. ഞാൻ PhD ചെയ്തത് സ്പോർട്സ് സൈക്കോളജിയിലാണ്. വിഷ്വൽ ഇമേജറി എന്നൊരു ടെക്നിക്ക് ഉപയോഗിച്ച് അവരുടെ പെർഫോമൻസ് എങ്ങനെ എൻഹാൻസ് ചെയ്യാം, ഇഞ്ചുറി റീഹാബ് എങ്ങനെ ചെയ്യാം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്. ഇനി ഇമേജറിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്തൊക്കെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട് അതൊക്കെയാണ് ഞാൻ ചെയ്തത്. അപ്പം ഞാൻ എന്ത് ചെയ്തു? അവരുടെ പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഏത് ഫീൽഡ് നിങ്ങൾ എടുത്തു നോക്കിയാലും യു ഹാവ് ഒരു ആപ്ലിക്കേഷൻ ഓഫ് സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് അവിടെയൊക്കെ നിങ്ങൾക്ക് പോസിബിൾ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? ചായ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട്
ഫസ്റ്റ് ചാപ്റ്റർ കേട്ടോ. ഇനി അടുത്തത് രണ്ടാമത്തെ പാഠമാണ് മെത്തേഡ്സ് ആണ്. അത് ചായ കുടിച്ചിട്ട് പഠിക്കാം. പെട്ടെന്ന് ചായ കുടിച്ചിട്ട് ഓടി വരും.